ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ആതിര. നമ്മളിന്ന് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ മാനേജ്മെൻറ്റ് ഓഫ് ക്യാഷ്, റിസീവബിൾ മാനേജ്മെൻറ്റ്, ഇൻവെൻ്ററി മാനേജ്മെൻറ്റ്, ഈ 3 ടോപ്പിക്കാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് കഴിഞ്ഞ് നമുക്കിനി ഡിവിഡൻറ്റും കൂടിയാണ് പഠിക്കാനുള്ളത്. ഡിവിഡൻറ്റ് പോളിസി, ടൈപ്സ്, ഫോംസ് ഒക്കെയാണ് പഠിക്കാനുള്ളത്. അതും കൂടി കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റും നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അപ്പം ഇത്രയും ദിവസത്തെ ക്ലാസ്സുകൾ എല്ലാവരും കാണുന്നുണ്ട്, പഠിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ എൻ്റെ കൂടെ തന്നെ പഠിക്കുക. കൂടാതെ നമുക്കിത് കഴിയുമ്പോൾ MCQ സെഷൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒക്കെ നോക്കാനുള്ളതാണ്. അതുകൊണ്ട് മാക്സിമം എന്നെപ്പോലെ പറ്റുന്ന പോലെ ഞാൻ മാക്സിമം എന്തായാലും സിലബസ് എത്രയും പെട്ടെന്ന് തീർക്കും. ഓഗസ്റ്റിൽ തന്നെ തീർക്കണം എന്നാണ് ആഗ്രഹം. അപ്പോൾ ഇന്ന് നമുക്ക് മാനേജ്മെൻറ്റ് ഓഫ് ക്യാഷ്, റിസീവബിൾ മാനേജ്മെൻറ്റും ഇൻവെൻ്ററി മാനേജ്മെൻറ്റും നോക്കാം. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. മാനേജ്മെൻറ്റ് ഓഫ് ക്യാഷ് ആൻഡ് മാർക്കറ്റബിൾ സെക്യൂരിറ്റി. മാനേജ്മെൻറ്റ് ഓഫ് ക്യാഷ് ആണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് അത് ക്യാഷ് എന്തൊക്കെയാണ്, എന്താണ് ആവശ്യം നമുക്ക് നോക്കാം. ക്യാഷ് ഈസ് വൺ ഓഫ് ദ കറൻറ്റ് അസെറ്റ് ഓഫ് എ ബിസിനസ്. ഇറ്റ് ഈസ് നീഡഡ് അറ്റ് ഓൾ ടൈം ടു കീപ് ദ ബിസിനസ് ഗോയിങ്. ക്യാഷ് എന്ന് പറയുന്നത് ഒരു കറൻറ്റ് അസെറ്റാണ്. ഒരു ബിസിനസ് നടന്നു പോകണമെങ്കിൽ എന്താവശ്യമുണ്ട്? ക്യാഷ് ആവശ്യമുണ്ട്. എ ബിസിനസ് കൺസേൺ ഷുഡ് ഓൾവേസ് കീപ് സഫിഷ്യൻറ്റ് ക്യാഷ് ഫോർ മീറ്റിംഗ് ഇറ്റ്സ് ഒബ്ലിഗേഷൻ. Any shortage of cash will hamper the operation of a concern and any excess of it will be unproductive. നമുക്ക് സഫിഷ്യൻറ്റ് ക്യാഷ് ആണ് എപ്പോഴും ഒരു ബിസിനസ്സിന് ആവശ്യം. എക്സസ് ക്യാഷ് ആണെങ്കിൽ അത് അൺപ്രൊഡക്റ്റീവ് ആയിട്ടിരിക്കുന്ന ക്യാഷ് എന്നാണ് അർത്ഥം, അല്ലേ? പിന്നെയോ ഷോർട്ടേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പറേഷൻസ് കറക്റ്റായിട്ട് നടക്കുന്നില്ല. ഷോർട്ടേജ് ഓഫ് ക്യാഷ് കാരണം ബിസിനസ് ഓപ്പറേഷൻസ് കറക്റ്റായിട്ട് നടക്കുന്നില്ല. ക്യാഷ് ഈസ് ദ most unproductive of all the assets. While fixed asset like a machinery, plant, etc. and current assets such as inventory will help the business in increasing its earning capacity, cash in hand will not add anything to the concern. Cash in hand നമുക്കൊന്നും തരുന്നില്ല, പക്ഷേ ഒരു സിഗ്നിഫിക്കൻറ്റ് ക്യാഷ് നമ്മൾക്ക് എപ്പോഴും കയ്യിൽ വേണം ഒരു ബിസിനസ് റൺ ചെയ്യാൻ. ദെൻ നേച്ചർ ഓഫ് ക്യാഷ് ആണ്, ജസ്റ്റ് വായിച്ച് നോക്കിയാൽ മതി. ഇനി നമുക്ക് മോട്ടീവ്സ് ഫോർ ഹോൾഡിംഗ് ക്യാഷ് എന്താണെന്ന് നോക്കാം. അതിൽ 3 മോട്ടീവാണ് പറയുന്നത്. ട്രാൻസാക്ഷൻ മോട്ടീവ്, പ്രിക്വേഷണറി മോട്ടീവ് ആൻഡ് സ്പെക്കുലേറ്റീവ് മോട്ടീവ്. സ്പെക്കുലേറ്റീവ്, ട്രാൻസാക്ഷൻ, പ്രിക്വേഷണറി ആൻഡ് സ്പെക്കുലേറ്റീവ്. The firm needs for cash may be attributed to the following needs. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ട്രാൻസാക്ഷൻ മോട്ടീവ്, പ്രിക്വേഷണറി മോട്ടീവ് ആൻഡ് സ്പെക്കുലേറ്റീവ് മോട്ടീവ്. Some people are of the view that a business requires cash only for the first 2 motives, while others feel that speculative motive also remain. ചില ആൾക്കാരുടെ വിചാരം എന്താണ്? ട്രാൻസാക്ഷനും പ്രിക്വേഷണറി മാത്രം മതി എന്നാണ്. പക്ഷേ സ്പെക്കുലേറ്റീവും വേണം എന്ന് കുറച്ചധികം വേറെ ആൾക്കാർ ചിന്തിക്കുന്നുണ്ട്. നമുക്ക് ഓരോ മോട്ടീവ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ്, ട്രാൻസാക്ഷൻ മോട്ടീവ്. എ ഫേം നീഡ്സ് ക്യാഷ് ഫോർ മേക്കിംഗ് ട്രാൻസാക്ഷൻ ഇൻ ദ ഡേ ടു ഡേ ഓപ്പറേഷൻ. ഡേ ടു ഡേ ട്രാൻസാക്ഷൻസിന് ഫേമിന് ക്യാഷ് ആവശ്യമാണ്. ദ ക്യാഷ് ഈസ് നീഡഡ് ടു മേക്ക് പർച്ചേസ്, പേയിങ് എക്സ്പെൻസസ്, ടാക്സസ്, ഡിവിഡൻഡ് എക്സെട്ര. സംടൈം ക്യാഷ് റിസീപ്റ്റ് എക്സീഡ് ക്യാഷ് പേയ്മെൻറ്റ് ഓഫ് വൈസ് വേഴ്സ. The cash needs arise due to the fact that there is no complete synchronization between cash receipt and cash payment. എന്താ പറയുന്നത്? നമ്മുടെ ഡേ ടു ഡേ ഓപ്പറേഷൻസിന് ക്യാഷ് ആവശ്യമാണ്. ക്യാഷ് എന്തിനൊക്കെ ആവശ്യം? പർച്ചേസ് ചെയ്യാൻ, അല്ലെങ്കിൽ എക്സ്പെൻസ് പേ ചെയ്യാൻ, ടാക്സ് അടയ്ക്കാൻ, ഡിവിഡൻഡ് കൊടുക്കാനൊക്കെ ആവശ്യമാണ്. ചില സമയങ്ങളിൽ ക്യാഷ് റെസിപ്റ്റ് ക്യാഷ് പേയ്മെൻറ്റിനേക്കാളും കൂടുതലും, ചില സമയങ്ങളിൽ ക്യാഷ് പേയ്മെൻ്റ് ആയിരിക്കും കൂടുതലും. ഓക്കെ. The transaction need of cash can be anticipated because the expected payments in near future can be estimated. നമുക്ക് ട്രാൻസാക്ഷൻ നീഡ്സ് എന്തൊക്കെയാണ് നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്ന്. എങ്ങനെയാണ്? നമുക്കറിയാം ഫ്യൂച്ചറിൽ എന്തൊക്കെ അടയ്ക്കണം. അപ്പം അടുത്ത മാസം റെൻ്റ് അടയ്ക്കണം, അല്ലെങ്കിൽ അവർക്ക് സാലറി കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ എക്സ്പെക്റ്റഡ് പേയ്മെൻറ്റ്സ് നമുക്കറിയാവുന്നത് കൊണ്ട് നമുക്കത് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കും. എന്തൊക്കെ പേയ്മെൻറ്റ്സ് ആണ്, അല്ലെങ്കിൽ എന്തൊക്കെ ട്രാൻസാക്ഷൻ നീഡ്സ് ആണ് എന്ന് നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. The receipts in future may also be anticipated, but the things do not happen as desired. സെയിം തന്നെ നമുക്ക് റിസീപ്റ്റും ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെൻറ്റ് കിട്ടുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻട്രസ്റ്റ് കിട്ടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ഇൻകം റെസിപ്റ്റ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാനും സാധിക്കും, പക്ഷേ അത് ഡിസയർ ആവണമെന്ന് ഇല്ല.
If more cash is needed for payment than receipt, it may be raised through bank overdraft. പേയ്മെൻറ്റിനേക്കാളും റെസിപ്റ്റിനേക്കാളും കൂടുതലാണ് പേയ്മെൻറ്റ്സ് എങ്കിൽ അവിടെ ഒരു ബാങ്ക് ഓടി വരും. On the other hand, if there is more cash received than payment, it may spend on marketable security. ഇപ്പോൾ ക്യാഷ് റിസീപ്റ്റ്സ് ആണ് കൂടുതലെങ്കിൽ നമുക്ക് ആ ബാക്കിയുള്ള സർപ്ലസ് എന്ത് ചെയ്യാം, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതാണ് ട്രാൻസാക്ഷൻ മോട്ടീവ്, ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഓഫ് എ ബിസിനസ്സിന് വരുന്ന ട്രാൻസാക്ഷൻസ്. അതാണ് ട്രാൻസാക്ഷൻ മോട്ടീവിൽ ക്യാഷായി ബന്ധപ്പെട്ട് പറയുന്നത്. ഇനി പ്രിക്വേഷണറി മോട്ടീവിൽ എന്താണ് പറയുന്നത്? A firm is required to keep cash for meeting various contingencies. Though cash inflows and cash outflows are anticipated, but there may be variation in their estimate. നമ്മൾ പല കണ്ടിജൻസീസ് മീറ്റ് ചെയ്യാൻ വേണ്ടി എപ്പോഴും ഫേമിൻ്റെ കയ്യിൽ എന്ത് വേണം? ക്യാഷ് വേണം. ക്യാഷ് ഔട്ട്ഫ്ലോ, ക്യാഷ് ഇൻഫ്ലോയും, അതായത് ഇങ്ങോട്ട് വരുന്ന ക്യാഷും അങ്ങോട്ട് പോകുന്ന ക്യാഷും നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാം അല്ലേ, നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു. പക്ഷേ അതിലെന്ത് സംഭവിക്കാൻ, ചിലപ്പോൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്തത് തന്നെ ആവണം കിട്ടുന്നത് അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോകുന്നത് എന്ന് പറയാൻ പറ്റില്ല. A firm should keep some cash for such contingency, or it should be in a position to raise finance at a short period. ഒന്നെങ്കിൽ കുറച്ച് ക്യാഷ് കൈ വയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഒരു ഷോർട്ട് പീരീഡിലേക്ക് ഫിനാൻസ് റേസ് ചെയ്യാനുള്ള പൊസിഷൻ ആർക്കുണ്ടായിരിക്കണം? ഫേമിന് ഉണ്ടായിരിക്കണം. അതാണ് പ്രിക്വേഷണറി എന്ന് പറയുന്നത്. The cash maintained for contingency need is not productive or it remains ideal. ഇത് productive cash അല്ല. However, such cash may be invested in short period or low risk marketable security which may provide cash as and when necessary. നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ഷോർട്ട് പീരീഡിലേക്ക് അല്ലെങ്കിൽ ലോ റിസ്ക് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ കുറച്ച് ക്യാഷ് പ്രിക്വേഷൻ എന്ന രീതിയിൽ, കണ്ടിജൻസി മീറ്റ് ചെയ്യാൻ എന്ന രീതിയിൽ കൈവയ്ക്കുക. അതാണ് പ്രിക്വേഷണറി മോട്ടീവിൽ പറയുന്നത്. ദെൻ സ്പെക്കുലേറ്റീവ് മോട്ടീവ്. Speculative motive relate to holding of cash for investing in profitable opportunity as and when they arise. Profitable opportunitiesile cash invest ചെയ്യുന്നതിനെയാണ് സ്പെക്കുലേറ്റീവ് മോട്ടീവ് എന്ന് പറയുന്നത്. Such opportunity do not come in a regular manner. റെഗുലർ ആയിട്ട് വരണം എന്നൊന്നുമില്ലല്ലോ അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ്. These opportunity cannot be scientifically predicted, but only conjectures can be made about their occurrence. ഇപ്പോൾ എക്സാമ്പിൾ നോക്കി, ദ പ്രൈസ് ഓഫ് ഷെയർസ് ആൻഡ് സെക്യൂരിറ്റി മേ ബി ലോ അറ്റ് എ ടൈം വിത്ത് ആൻ എക്സ്പെക്ടേഷൻ ദാറ്റ് ദേ വിൽ ഗോ അപ്പ് ഷോർട്ട്ലി. ഇപ്പോൾ ലോ ആണെങ്കിൽ നമുക്ക് എന്താ അടുത്ത ദിവസങ്ങളിൽ അത് കുറച്ച് അപ്പ് മുകളിലേക്ക് വരുന്ന എക്സ്പെക്ടേഷൻ ഉണ്ടാവും. അവിടെയൊക്കെയാണ് സ്പെക്കുലേറ്റീവ് മോട്ടീവ് വരുന്നത്. The price of raw material may fall temporarily and a firm may like to make purchase at this price. Such opportunity can be availed of if a firm has cash balance with it. ഇപ്പോൾ ക്യാഷ് ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പോൾ എന്തെങ്കിലും സാധനങ്ങളുടെ റോ മെറ്റീരിയൽസിൻ്റെ പ്രൈസ് കുറയുമ്പോൾ നമുക്ക് വേഗം പോയി വാങ്ങാൻ പറ്റുന്നത് എപ്പോഴായിരിക്കും? ആ ക്യാഷ് ബാലൻസ് നമ്മുടെ കയ്യിലുള്ളപ്പോൾ മാത്രമായിരിക്കും. These transactions are speculative because prices may not move in a direction in which we suppose them to move. The primary motive of a firm is not to indulge in speculative transaction, but such investment may be made at times. അതായത് നമുക്ക് എപ്പോഴാണോ പ്രൈസ് കുറയുന്നത് അല്ലെങ്കിൽ എപ്പോഴാണോ പ്രൈസ് കൂടുന്നത് എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അത് വരുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ മോട്ടീവ്സ് ഫോർ ഹോൾഡിംഗ് ക്യാഷിൽ ട്രാൻസാക്ഷൻ മോട്ടീവ്, പ്രിക്വേഷണറി മോട്ടീവും സ്പെക്കുലേറ്റീവ് മോട്ടീവുമാണ് നമ്മൾ പഠിച്ചത്. ഇത് മെത്തേഡ്സ് ഓഫ് ആക്സിലറേറ്റിംഗ് ക്യാഷ് ഇൻഫ്ലോ പറയാൻ വേണ്ടിയിട്ടല്ല, രണ്ട് പോയിൻ്റ് ഉണ്ട് കണ്ടോ, കുറച്ച് പോസ്റ്റൽ ഫ്ലോട്ട്, ലെതാർജി, ബാങ്ക് ഫ്ലോട്ട്, അങ്ങനത്തെ കാര്യങ്ങൾ സെക്കൻഡ് പോർഷനിൽ കണ്ടോ, അത് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന് മുമ്പ് ഇപ്പോൾ നമ്മൾ 3 മോട്ടീവ്സ് പഠിച്ചു. ക്യാഷ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ക്യാഷ് മാനേജ്മെൻറ്റ് ഡീല് ചെയ്യുന്നത് എന്താണെന്നൊന്ന് ആലോചിച്ച് നോക്കി. ക്യാഷ് മാനേജ്മെൻറ്റ് ഡീല് ചെയ്യുന്നത് 3 കാര്യങ്ങളായിട്ട് ഓർത്ത് വയ്ക്കാം. ഒന്നാമത്തേത് ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ, ക്യാഷ് ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും. പിന്നെയോ ക്യാഷ് ഫ്ലോ വിത്തിൻ ദ ഫേം, ഒരു ഫേമിൻ്റെ ഉള്ളിൽ തന്നെ ക്യാഷ് ഫ്ലോ ചെയ്യുന്നത്. പിന്നെ
ക്യാഷ് ബാലൻസ് ഹെൽഡ് ബൈ ദ ഫേം അറ്റ് എ പോയിന്റ് ഓഫ് ടൈം, ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ക്യാഷ് ബാലൻസ് ഫേമിൽ എത്രയാണ് എന്നുള്ള കാര്യങ്ങൾ എന്തുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നു? ക്യാഷ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ക്യാഷ് മാനേജ്മെൻറ്റ് ഡീൽ ചെയ്യുന്നതായിട്ട് ഇരിക്കുന്നു. ഇതൊക്കെ ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ, ക്യാഷ് ഫ്ലോസ് വിത്തിൻ ദ ഫേം, ക്യാഷ് ബാലൻസ് ഹെൽഡ് ബൈ ദ ഫേം അറ്റ് എ പോയിന്റ് ഓഫ് ടൈം. പിന്നെ നമുക്ക് ക്യാഷ് ബജറ്റിംഗ് നോക്കാം. അതിനു മുമ്പ് ഈ ചെറിയ പോയിൻറ്റ്സ് ഒന്ന് പറഞ്ഞപ്പോൾ, ഇത് മെത്തേഡ്സ് ഓഫ് ആക്സിലറേറ്റിംഗ് ക്യാഷ് ഇൻഫ്ലോ, എങ്ങനെയൊക്കെ ക്യാഷ് ഇൻഫ്ലോ കൂട്ടാം? പ്രോംപ്റ്റ് പേയ്മെൻറ്റ് ബൈ കസ്റ്റമേഴ്സ്. ക്യാഷ് ഇൻഫ്ലോ എന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്നത്, അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുകയാണെങ്കിൽ ക്യാഷ് ഇൻഫ്ലോ കൂടുതലാവും, അങ്ങനെയൊക്കെ. അപ്പോൾ ഇത് ഇങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ ആ സെക്കൻഡ് പോർഷൻ, ക്വിക്ക് കൺവേർഷൻ ഓഫ് പേയ്മെൻറ്റ് ഇൻ ടു ക്യാഷ്, അതിൽ കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്. പോസ്റ്റൽ ഫ്ലോട്ട്, ലെതാർജി, ബാങ്ക് ഫ്ലോട്ട്, പിന്നെന്താ ഡിപ്പോസിറ്റ് ഫ്ലോട്ട്, അത് നമുക്കൊന്ന് നോക്കാം. കൂടാതെ ഫോർത്ത് പോയിന്റിൽ ലോക്ക് ബോക്സ് സിസ്റ്റം, എന്താണ് ലോക്ക് ബോക്സ് സിസ്റ്റം എന്നുള്ളതും നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്യാഷ് ബജറ്റ് ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. ക്വിക്ക് കൺവേർഷൻ ഓഫ് പേയ്മെൻറ്റ് ഇൻ ടു ക്യാഷ്. ക്യാഷ് ഇൻഫ്ലോ ക്യാൻ ബി ആക്സിലറേറ്റഡ് ബൈ ഇംപ്രൂവിങ് ദ ക്യാഷ് കളക്ടിങ് പ്രോസസ്സ്. ക്യാഷ് കളക്ടിങ് പ്രോസസ്സ് ഇംപ്രൂവ് ചെയ്തുകൊണ്ട് നമുക്ക് ക്യാഷ് ഇൻഫ്ലോ പെട്ടെന്ന് തന്നെ ക്യാഷ് കൈ കിട്ടുന്ന രീതിയിലാക്കാൻ സാധിക്കും. വൺസ് ദ കസ്റ്റമർ റൈറ്റ്സ് എ ചെക്ക് ഇൻ ഫേവർ ഓഫ് ദ കൺസേൺ, ദ കളക്ഷൻ ക്യാൻ ബി ക്വിക്കൻഡ് ബൈ ഇറ്റ്സ് ഏർലി കളക്ഷൻ. ഇപ്പോൾ ഒരു ചെക്ക് എഴുതി കഴിഞ്ഞാൽ, ഒരു കസ്റ്റമർ ഒരു ചെക്ക് എഴുതി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ കൺസേണിന് വേണ്ടിയിട്ടുള്ള ചെക്കാണെങ്കിൽ, നമ്മുടെ ഫേമിന് വേണ്ടിയിട്ടുള്ള ചെക്കാണെങ്കിൽ എത്രയും പെട്ടെന്ന് അത് കളക്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. There is a time gap between the check sent by the customer and the amount collected against it. കസ്റ്റമർ ചെക്ക് സെൻഡ് ചെയ്യുന്നതും അതിൻ്റെ എമൗണ്ട് നമ്മൾ കളക്ട് ചെയ്യുന്നതും തമ്മിലൊരു ടൈം ഗ്യാപ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ദിസ് ഈസ് ഡ്യൂ ടു മെനി ഫാക്ടേഴ്സ്. ഏതൊക്കെയാണ്? മെയിലിംഗ് ടൈം, ദാറ്റ് ഈസ് ടൈം ടേക്കൺ ബൈ പോസ്റ്റ് ഓഫീസ് ഫോർ ട്രാൻസ്ഫറിങ് ചെക്ക് ഫ്രം കസ്റ്റമർ ടു ദ ഫേം, റെഫേർഡ് ടു ആസ് പോസ്റ്റൽ ഫ്ലോട്ട് അല്ലെങ്കിൽ മെയിലിംഗ് ടൈം എന്നറിയപ്പെടും. പോസ്റ്റൽ ഫ്ലോട്ട് എന്ന് വെച്ചാൽ എന്താണ്? പോസ്റ്റ് ഓഫീസിൻ്റെ ഭാഗത്തു നിന്ന് എടുക്കുന്ന, അതായത് ചെക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ടൈം, അതിനെയാണ് പോസ്റ്റൽ ഫ്ലോട്ട് എന്ന് പറയുന്നത്. ടൈം ടേക്കൺ ബൈ പോസ്റ്റ് ഓഫീസ് ഫോർ ട്രാൻസ്ഫറിങ് ചെക്ക് ഫ്രം കസ്റ്റമർ ടു ദ ഫേം. Then time taken in processing the check with the organization and send it to bank for collection. ചെക്ക് എവിടെ വന്നു? ഓർഗനൈസേഷനിൽ വന്നിട്ട് അത് പ്രോസസ്സ് ചെയ്യുക, പിന്നെ അത് ബാങ്കിൽ കളക്ഷന് വേണ്ടി കൊണ്ടുപോകുന്നു. അതിനെയാണ് നമ്മൾ ലെതാർജി എന്ന് പറയുന്നത്. ഓക്കെ, പ്രൊനൗൺസിയേഷൻ ശരിയാണോ എന്നറിയില്ല, അത് നിങ്ങൾ നോക്കുക. അപ്പോൾ ആദ്യം പോസ്റ്റൽ ഫ്ലോട്ട് പഠിച്ചു, പിന്നെയുള്ളത് ടൈം ടേക്കൺ ഇൻ പ്രോസസ്സിംഗ് ദ ചെക്ക് വിത്തിൻ ദ ഓർഗനൈസേഷൻ ആൻഡ് സെൻഡിങ് ഇറ്റ് ടു ദ ബാങ്ക് ഫോർ കളക്ഷൻ. തേർഡ് വൺ, collected time within the bank, that is time taken by the bank in collecting the payment from the customer's bank. നമ്മുടെ ബാങ്ക് കസ്റ്റമറിൻ്റെ ബാങ്കിൽ നിന്ന് പേയ്മെൻറ്റ് കളക്ട് ചെയ്യണമല്ലോ, അതിനെടുക്കുന്ന ടൈം, അതിനെയാണ് നമ്മൾ ബാങ്ക് ഫ്ലോട്ട് എന്ന് പറയുന്നത്. The postal float, lethargy and bank float are collectively referred to as deposit float. ഈ മൂന്നെണ്ണത്തിനെയും കൂടി നമ്മൾ എന്ത് വിളിക്കും? ഡിപ്പോസിറ്റ് ഫ്ലോട്ട് എന്ന് വിളിക്കും. ജസ്റ്റ് ആ പേരിൽ നിന്ന് തന്നെ കിട്ടില്ല. ആദ്യം പോസ്റ്റൽ ഫ്ലോട്ട്, പിന്നെ ലെതാർജി എന്ന് പറയുന്ന ഓർഗനൈസേഷനിൽ തന്നെ, പിന്നെ ബാങ്ക് ഫ്ലോട്ട്. ഇനി നമുക്കിതിൽ പഠിക്കാനുള്ളത് ലോക്ക് ബോക്സ് സിസ്റ്റം ഒന്ന് നോക്കാം. എന്താണ് ലോക്ക് ബോക്സ് സിസ്റ്റം? ലോക്ക് ബോക്സ് സിസ്റ്റം ഈസ് അനദർ ടെക്നിക് ഓഫ് റിഡ്യൂസിങ് മെയിലിംഗ്, പ്രോസസ്സിംഗ് ആൻഡ് കളക്ടിങ് ടൈം. കളക്ടിങ് ടൈമൊക്കെ കുറയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ലോക്ക് ബോക്സ് സിസ്റ്റം. അണ്ടർ ദിസ് സിസ്റ്റം ദ ഫേം സെലക്ട് സം കളക്ടിങ് സെൻറ്റേഴ്സ് അറ്റ് ഡിഫറെൻറ്റ് പ്ലേസസ്. പല സ്ഥലങ്ങളിൽ എന്ത് കളക്ടിങ് സെൻറ്റേഴ്സ് സെലക്ട് ചെയ്യും ഫേം. ദ പ്ലേസസ് ആർ സെലക്ടഡ് ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് കൺസ്യൂമേഴ്സ് ആൻഡ് ദ റെമിറ്റൻസസ് ടു ബി റിസീവ്ഡ് ഫ്രം എ പർട്ടിക്കുലർ പ്ലേസ്. എന്തോരം നമുക്ക് റെമിറ്റൻസ് കിട്ടാനുണ്ട്, എന്തോരം കസ്റ്റമേഴ്സ് ആ പ്ലേസിലുണ്ട് എന്ന ആ ഒരു ബേസിലാണ് നമ്മൾ പ്ലേസ് സെലക്ട് ചെയ്യുന്നത്. ദ ഫേം ഹയേഴ്സ് എ പോസ്റ്റ് ബോക്സ് ഇൻ എ പോസ്റ്റ് ഓഫീസ് ആൻഡ് ദ പാർട്ടീസ് ആർ ആസ്ക്ഡ് ടു സെൻഡ് എ ചെക്ക് ഓൺ ദാറ്റ് പോസ്റ്റ് ബോക്സ് നമ്പർ. ഇപ്പോൾ ഒരു പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഒരു പോസ്റ്റ് ബോക്സ് ഈ ഫേം ഹയർ ചെയ്യുകയും എന്നിട്ട് ആ പോസ്റ്റ് ബോക്സ് നമ്പറിലേക്ക് ചെക്ക് അയക്കാൻ വേണ്ടിയിട്ട് പറയുകയും ചെയ്യും. The local bank is authorized to operate the post box. പോസ്റ്റ് ബോക്സ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓതറൈസ് ചെയ്യുന്നത് ആരായിരിക്കും? ലോക്കൽ ബാങ്ക് ആയിരിക്കും. The bank will collect the post a number of times in a day and start the collection process of check. The amount so collected is credited to firm's account. The bank will prepare a detailed account of check received which will be used by the firm for processing purpose. അപ്പോൾ ആ ബാങ്ക്
എന്താ ഡെയിലി കളക്ട് ചെയ്യും, എന്നിട്ടത് ഫോംസ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും. പിന്നെയോ ചെക്കിനെ പറ്റിയിട്ടുള്ളൊരു ഡീറ്റെയിൽഡ് അക്കൗണ്ട് ബാങ്ക് പ്രിപ്പയർ ചെയ്തിട്ട് അത് ഫേമിന് പ്രോസസ്സിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് കൊടുക്കും. This system of collecting check expedite the collection process and avoid delay due to mailing and processing time. ഇത് മെയിലിംഗ് ടൈമും പ്രോസസ്സിംഗ് ടൈമും ഒക്കെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും. ഇതിനെയാണ് നമ്മൾ ലോക്ക് ബോക്സ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ പോസ്റ്റ് ബോക്സ് എന്ന് ഓർക്കുക, ലോക്ക് ബോക്സ് എന്ന് ഓർക്കുമ്പോൾ പോസ്റ്റ് ബോക്സ് എന്താ കുറേ കസ്റ്റമേഴ്സ് ഉള്ള സ്ഥലങ്ങളിൽ കൊണ്ടുവയ്ക്കുന്നു, അങ്ങനെയൊക്കെയാണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഇത് ചോദിക്കുമെന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടപ്പോൾ ഇത് തോന്നിയപ്പോൾ പറഞ്ഞതാണ്. ഇനി നമുക്ക് എന്താണ് ക്യാഷ് ബജറ്റ് എന്ന് നോക്കാം. എന്താണ് ക്യാഷ് ബജറ്റ്? ഇപ്പോൾ നമ്മൾ നോക്കിയത് മാനേജിങ് ക്യാഷ് ഫ്ലോ, അതായത് എങ്ങനെയൊക്കെ ക്യാഷ് ഇൻഫ്ലോ പെട്ടെന്ന് കൂട്ടാം, ക്യാഷ് ഔട്ട് ഫ്ലോ എങ്ങനെയൊക്കെ പെട്ടെന്ന് നമ്മുടെ കയ്യിലേക്ക് ക്യാഷ് ഔട്ട് ഫ്ലോ എങ്ങനെയായിരിക്കും, നമ്മൾ ലാസ്റ്റ് ഡേറ്റിലായിരിക്കണം കൊടുക്കേണ്ടത്, അങ്ങനെയൊക്കെയുള്ള കാര്യമാണ്. ഇപ്പോൾ ചെക്കായിട്ട് കൊടുക്കാം, അപ്പോൾ കുറച്ച് ടൈം കൂടി നമ്മുടെ കയ്യിൽ കിട്ടുമല്ലോ, നമുക്ക് കിട്ടുമല്ലോ, അതാണ് ഔട്ട് ഫ്ലോയിൽ വരുന്നത്. ഇൻഫ്ലോ എന്ന് പറയുമ്പോൾ എത്രയും പെട്ടെന്ന് കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കും. ഓക്കെ, ഇനി ക്യാഷ് ബജറ്റ്. A cash budget is an estimate of cash receipt and disbursement of cash during a future period of time. ഒരു ഫ്യൂച്ചർ പീരീഡ് ഓഫ് ടൈമിൽ ക്യാഷ് റെസിപ്റ്റ് എങ്ങനെ, ക്യാഷ് ഡിസ്ബേഴ്സ്മെൻറ്റ് എങ്ങനെ, അതിൻ്റെ ഒരു എസ്റ്റിമേഷൻ ആണ് ക്യാഷ് ബജറ്റ് എന്ന് പറയുന്നത്. ഇൻ ദ വേർഡ്സ് ഓഫ് സോളമൻ ഇസ്ര നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ്സിൽ ഒരെണ്ണത്തിൻ്റെ ഫൗണ്ടർ സോളമൻ ഇസ്രയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു അത്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ, ക്ലാസ് നന്നായി കാണുന്ന ആളാണെങ്കിൽ ഇതെന്തായാലും ഓർത്തെടുക്കാൻ പറ്റും, അങ്ങനെയുള്ളവരത് കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. എന്തുമായി ബന്ധപ്പെട്ടതാണ് സോളമൻ ഇസ്ര? ഒരു ക്ലൂ തരാം. സോളമൻ ഇസ്രയുടെ കൂടെ തന്നെ നമ്മൾ പഠിച്ചതായിരുന്നു ഐ തിങ്ക് ഡേവിഡ് ഡുറൻറ്റ്. ആർക്കെങ്കിലും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു, എല്ലാവരും ക്ലാസ്സൊക്കെ കാണുന്നുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പം എന്ത് ചെയ്യുക, കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക ഹു ഈസ് സോളമൻ ഇസ്ര. ഇനി സോളമൻ ഇസ്രയുടെ വാക്ക് നോക്കിയേ. എ ക്യാഷ് ബജറ്റ് ഈസ് ആൻ അനാലിസിസ് ഓഫ് ഫ്ലോ ഓഫ് ക്യാഷ് ഇൻ എ ബിസിനസ് ഓവർ എ ഫ്യൂച്ചർ ഷോർട്ട് ഓർ ലോങ് പീരീഡ് ഓഫ് ടൈം. അപ്പോൾ ഫ്ലോ ഓഫ് ക്യാഷ് ഫ്ലോയിനെയാണ് എന്ത് പറയുക, ക്യാഷ് ബജറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഫോർകാസ്റ്റ് ഓഫ് എക്സ്പെക്റ്റഡ് ക്യാഷ് ഇൻടേക്ക് ആൻഡ് ഔട്ട് വേ. A firm by preparing a cash budget can plan the use of excess cash and make arrangement for the necessary cash as and when required. നമുക്ക് കറക്റ്റായിട്ട് എന്തോരം വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാഷ് ബജറ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത് സഹായിക്കും. പിന്നെ നമുക്ക് ക്യാഷ് ബജറ്റ് എങ്ങനെയാണ്, അതിൻ്റെ മോഡൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ക്യാഷ് ബജറ്റ് പ്രിപ്പയർ ചെയ്യുക, അതൊന്നും അത്രയും വലിയത് നമുക്ക് ചോദിക്കാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് എന്തിലേക്ക് പോകുന്നു, നേരെ ക്യാഷ് മാനേജ്മെൻറ്റ് മോഡൽസിലേക്ക് പോകുന്നു. ക്യാഷ് മാനേജ്മെൻറ്റ് മോഡൽ ഇമ്പോർട്ടൻ്റ് ആട്ടോ. നമ്മളോട് മാനേജ്മെൻറ്റ് ഓഫ് ക്യാഷ് എന്നുള്ളൊരു ടോപ്പിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ക്യാഷ് മാനേജ്മെൻറ്റ് മോഡൽ ഇതിലെന്തായാലും പഠിക്കണം. A number of mathematical models have also been developed to determine the optimal cash balance, such as operating cycle method, inventory model, stochastic model, probability model. However, the inventory model as developed by William J. Baumol and stochastic model of M.H. Miller and Daniel Orr are mainly used to determine the optimum balance of cash. ഏതൊക്കെ മോഡലാണ്? ക്യാഷ് മാനേജ്മെൻറ്റ് മോഡലിൽ വരുന്നത് ഓപ്പറേറ്റീവ് സൈക്കിൾ മോഡൽ, ഇൻവെൻറ്ററി മോഡൽ, സ്റ്റൊച്ചാസ്റ്റിക് മോഡൽ, പിന്നെ പ്രോബബിലിറ്റി മോഡൽ. അതിൽ ഇൻവെൻറ്ററി മോഡൽ എന്ന് പറയുന്നത് ആരുടേതാണ്? വില്യം ജെ ബൗമലിൻ്റെയും. സ്റ്റൊച്ചാസ്റ്റിക് മോഡൽ എന്ന് പറയുന്നത് M.H. മില്ലറുടെയും ഡാനിയൽ ഓറിൻ്റെയും കൂടിയതാണ്. ഇത് ഓർത്ത് വെക്കണം കേട്ടോ. ഇൻവെൻറ്ററി മോഡൽ വല്ല മാച്ച് ദ ഫോളോയിങ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഓർക്കാൻ പറ്റും. ഇൻവെൻറ്ററി ബൗമലും പിന്നെ മില്ലറും ഓറും വരുന്നത് ഏതിലാണ്? സ്റ്റൊച്ചാസ്റ്റിക് മോഡലിലാണ് മില്ലർ ആൻഡ് ഓർ വരുന്നത്. ആദ്യം വില്യം ജെ ബൗമൽസ് മോഡൽ പഠിക്കാം. വില്യം ജെ ബൗമലിൻ്റെ മോഡൽ ഇൻവെൻറ്ററി മോഡലാണ്. ഇൻവെൻറ്ററി മോഡൽ വാസ് ഡെവലപ്ഡ് ബൈ വില്യം ജെ ബൗമൽ. ഇൻവെൻറ്ററി മോഡൽ ആരുടേതാണ്? ബൗമലിൻ്റേതാണ്. ഞാൻ 3-4 ടൈംസ് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങളും കൂടെ അത് ആലോചിക്കുക, ഓർത്തെടുക്കുക, മനസ്സിലാക്കുക. ദെൻ സ്റ്റൊച്ചാസ്റ്റിക് മോഡൽ M.H. മില്ലർ ആൻഡ് ഡാനിയൽ ഓറിൻ്റെയാണ് സ്റ്റൊക്കാസ്റ്റിക് മോഡൽ. അപ്പോൾ നമുക്ക് ആദ്യം വില്യം ജെ ബൗമൽസ് മോഡൽ നോക്കാം. വില്യം ജെ ബൗമൽ ഡെവലപ്ഡ് എ മോഡൽ The transactions demand for cash and inventory theoretic approach, which is usually used in inventory management but has its application in determining the optimal cash balance also.
എവിടെയാണ് യൂസ് ചെയ്യുന്നത്? യൂഷ്വലി യൂസ് ചെയ്യുന്നത് ഇൻവെൻ്ററി മാനേജ്മെൻറ്റിലാണ്. പക്ഷേ ഏതിലും ഒപ്റ്റിമൽ ക്യാഷ് ബാലൻസിലും അതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. ഇപ്പോൾ വില്യം ജെ ബൗമൽ ഡെവലപ്ഡ് എ മോഡൽ ദ ട്രാൻസാക്ഷൻസ് ഡിമാൻഡ് ഫോർ ക്യാഷ് ആൻഡ് ഇൻവെൻ്ററി തിയററ്റിക് അപ്രോച്ച്. അത് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇൻവെൻ്ററി തിയററ്റിക് എന്ന് കേൾക്കുമ്പോൾ ഏകദേശം ഓർമ്മ വരുമല്ലോ. എന്താണ്? ദ ട്രാൻസാക്ഷൻസ് ഡിമാൻഡ് ഫോർ ക്യാഷ് ആൻഡ് ഇൻവെൻ്ററി തിയററ്റിക് അപ്രോച്ച്. ബൗമൽ ഫൗണ്ട് സിമിലാരിറ്റി ബിറ്റ്വീൻ ഇൻവെൻ്ററി മാനേജ്മെൻറ്റ് ആൻഡ് ക്യാഷ് മാനേജ്മെൻറ്റ്. ബൗമലിന് ഏത് തമ്മിലുള്ള സിമിലാരിറ്റി? ഇൻവെൻ്ററി മാനേജ്മെൻറ്റും ക്യാഷ് മാനേജ്മെൻറ്റും തമ്മിലൊരു സിമിലാരിറ്റി കണ്ടുപിടിക്കാൻ സാധിച്ചു. ആസ് ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി EOQ നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്? കോസ്റ്റിംഗിൽ പഠിച്ചിട്ടുണ്ടല്ലേ EOQ കാണാൻ. അപ്പോൾ ആസ് ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഇൻ ഇൻവെൻ്ററി മാനേജ്മെൻറ്റ് ഇൻവോൾവ്സ് ട്രേഡിംഗ് ഓഫ് ബിറ്റ്വീൻ ക്യാരിയിങ് കോസ്റ്റ് ആൻഡ് ഓർഡറിംഗ് കോസ്റ്റ്. The optimal cash balance is the trade-off between opportunity cost or cost of borrowing or holding cash and transaction cost. ഇപ്പോൾ EOQയിൽ ഇൻവെൻ്ററി മാനേജ്മെൻറ്റിലെ EOQയിൽ ഏത് തമ്മിലുള്ള ട്രേഡ് ഓഫ്? ക്യാരിയിങ് കോസ്റ്റും ഓർഡറിങ് കോസ്റ്റും തമ്മിലുള്ള ട്രേഡ് ഓഫ് പോലെ തന്നെ ഇവിടെ നമ്മുടെ ക്യാഷിൽ എന്താണ്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ട്രാൻസാക്ഷൻ കോസ്റ്റും, അല്ലെങ്കിൽ ബോറോയിങ് കോസ്റ്റ് ട്രാൻസാക്ഷൻ കോസ്റ്റ്, അല്ലെങ്കിൽ ഹോൾഡിംഗ് കോസ്റ്റ് ട്രാൻസാക്ഷൻ കോസ്റ്റ്, അത് തമ്മിലുള്ളൊരു ട്രേഡ് ഓഫാണ് നടക്കുന്നത്. ദാറ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് കൺവേർട്ടിംഗ് മാർക്കറ്റബിൾ സെക്യൂരിറ്റി ഇൻ ടു ക്യാഷ്. സെക്യൂരിറ്റീസിനെ എന്താക്കി മാറ്റുന്നു? ക്യാഷ് ആക്കി മാറ്റുന്നു. ദ ഒപ്റ്റിമൽ ക്യാഷ് ബാലൻസ് ഈസ് റീച്ച്ഡ് അറ്റ് എ പോയിന്റ് വെർ ദ ടോട്ടൽ കോസ്റ്റ് ഈസ് മിനിമം. ടോട്ടൽ കോസ്റ്റ് മിനിമം ആവുന്നിടത്ത് ഒപ്റ്റിമൽ ക്യാഷ് ബാലൻസ് എത്തുന്നു. ഇപ്പോൾ വില്യം ജെ ബൗമൽ എന്ന് പറയുമ്പോൾ ഇൻവെൻ്ററി മോഡൽ മനസ്സിൽ വരണം. കൂടാതെ ദ ട്രാൻസാക്ഷൻസ് ഡിമാൻഡ് ഫോർ ക്യാഷ് ആൻഡ് ഇൻവെൻ്ററി തിയററ്റിക് അപ്രോച്ച് ഇത് ഇൻവെൻ്ററി മാനേജ്മെൻറ്റിലാണ് യൂഷ്വലി യൂസ് ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹം കണ്ടുപിടിച്ചു എന്താണ്? ക്യാഷ് മാനേജ്മെൻറ്റിലും സിമിലാരിറ്റി ഉള്ളത് കൊണ്ട് ഇതിലും യൂസ് ചെയ്യാം. അപ്പോൾ EOQ എന്ന് പറയുന്നത് ക്യാരിയിങ് കോസ്റ്റും ഓർഡറിങ് കോസ്റ്റും തമ്മിലൊരു ട്രേഡ്സ് ഓഫ് ആണെങ്കിൽ ഇവിടെ എന്താ നടക്കുന്നത്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റും ട്രാൻസാക്ഷൻ കോസ്റ്റും, അല്ലെങ്കിൽ മാർക്കറ്റബിൾ സെക്യൂരിറ്റീനെ ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ കോസ്റ്റാണ് ഇവിടെ നടക്കുന്നത്. ഇനി ഇവിടെ നമുക്കൊരു ഇക്വേഷന് മുന്നേ അസംഷൻസ് ഒന്ന് ജസ്റ്റ് നോക്കാം. എന്താണ് ബൗമൽ മോഡലിലെ അസംഷൻ? ദ ക്യാഷ് നീഡ് ഓഫ് ദ ഫേം ആർ നോൺ വിത്ത് സെർട്ടണിറ്റി. നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നു. ദ ക്യാഷ് ഡിസ്പേഴ്സ്മെൻറ്റ്സ് ഓർ യൂസേജ് ഓഫ് ദ ഫേം ഒക്കേഴ്സ് യൂണിഫോംലി ആൻഡ് ഇസ് നോൺ വിത്ത് സെർട്ടണിറ്റി. അതും സെർട്ടൺ ആയിട്ട് നമുക്കറിയാം, യൂണിഫോംലിയാണ് നടക്കുന്നത്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ഹോൾഡിംഗ് ക്യാഷ് ഈസ് നോൺ ആൻഡ് ഇറ്റ് റിമെയിൻ കോൺസ്റ്റൻറ്റ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ഹോൾഡിംഗ് ക്യാഷും അറിയാം, അത് കോൺസ്റ്റൻ്റ് ആണ്. ദ ട്രാൻസാക്ഷൻ കോസ്റ്റ് അതും നമുക്കറിയാം, അതും കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, ഇത്രയാണ് അസംഷൻസ്. ഇനി നോക്കിയേ എങ്ങനെയാണ് ബൗമൽ മോഡൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്? C എന്ന് പറയുന്ന ഒപ്റ്റിമം ബാലൻസ് ആണ്. C √ 2A × F ഡിവൈഡഡ് ബൈ O. എന്ന് പറയുന്നതിന് ആനുവൽ ക്യാഷ് ഡിസ്പേഴ്സ്മെൻറ്റ്. F എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് ആണ്, പെർ ട്രാൻസാക്ഷനിലെ ഫിക്സഡ് കോസ്റ്റ്. എന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ്. അപ്പോൾ C എന്ന് പറയുന്നത് ഒപ്റ്റിമം ബാലൻസ്. C √ 2A × F ഡിവൈഡഡ് ബൈ O. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം നമുക്ക് വരാറില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. വരുവാണെങ്കിലും സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ആ ഇക്വേഷൻ പഠിച്ചാൽ മതി കേട്ടോ. ഇക്കണോമിക് ഇത് എന്താ, അല്ലെങ്കിൽ ഇവിടെ ഒപ്റ്റിമം ബാലൻസ് കാണുക അങ്ങനെ ആയിരിക്കുമല്ലോ. ഒന്നെങ്കിൽ ബൗമൽ മോഡൽ യൂസ് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ ചിലപ്പോൾ പറയുന്നത് ഇക്കണോമിക് ലോട്ട് സൈസ്, കാൽക്കുലേഷൻ ഓഫ് ഇക്കണോമിക് ലോട്ട് സൈസ് എന്നും ചോദിക്കും കേട്ടോ. ചിലപ്പം നമുക്ക് കുറച്ച് ഇത് തരുവാണ്, ഇന്നതൊക്കെയാണ് എന്ന് പറഞ്ഞ് തന്നിട്ട് നമ്മളോട് പറയുകയാണ് കാൽക്കുലേറ്റ് ദ ഇക്കണോമിക് ലോട്ട് സൈസ് എന്ന് തന്നാലും ഏത് മോഡലാണ്? ബൗമൽ മോഡലാണെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം. അടുത്തതാണ് മില്ലർ ആൻഡ് ഓർ മോഡൽ. മില്ലർ ആൻഡ് ഓർ, MH മില്ലറും ഡാനിയൽ ഓറുമാണ്. ഡാനിയൽ ഓറും ഇത് ഏതി വരുന്നതാണ്? സ്റ്റൊക്കാസ്റ്റിക് മോഡലിൽ വരുന്നതാണ്. ഓക്കെ, ബൗമൽ മോഡൽ ഈസ് ബേസ്ഡ് ഓൺ ദ ബേസിക് അസംഷൻ ദാറ്റ് ദ സൈസ് ആൻഡ് ടൈമിംഗ് ഓഫ് ക്യാഷ് ഫ്ലോസ് ആർ നോൺ വിത്ത് സെർട്ടണിറ്റി. നമ്മൾ അസംഷനിൽ പറഞ്ഞിരുന്നു അല്ലേ, ക്യാഷ് ഇൻഫ്ലോയുടെ ടൈം നമുക്ക് അറിയാൻ സാധിക്കും, സെർട്ടൺ ആയിട്ട് അറിയാൻ സാധിക്കും. ദിസ് യൂഷ്വലി ഡസ് നോട്ട് ഹാപ്പൻ ഇൻ പ്രാക്ടീസ്. പക്ഷേ പ്രാക്ടിക്കലി അത് ശരിയാവണമെന്നില്ല. ദ ക്യാഷ് ഫ്ലോസ് ഓഫ് ദ ഫേം ആർ നൈദർ യൂണിഫോം നോർ സെർട്ടൺ. അല്ലേ, ശരിയാണ്. ഇവിടെ ഇദ്ദേഹം പറയുന്നത് എന്താണ്? ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് യൂണിഫോം അല്ല, എപ്പോഴും ഒരേപോലെ ആയിരിക്കും, അല്ല. കൂടാതെ സെർട്ടണും ആയിരിക്കില്ല. ദ മില്ലർ ആൻഡ് ഓർ മോഡൽ ഓവർകം ദ ഷോർട്ട് കമ്മിങ്സ് ഓഫ് ബൗമൽ മോഡൽ.
M.H. Miller and Daniel Orr. A model of demand for money. എന്താ അവിടെ പറയുന്ന മോഡൽ? എ മോഡൽ ഓഫ് ഡിമാൻഡ് ഫോർ മണി. മറ്റെടുത്തുണ്ടായിരുന്നത് ഏതായിരുന്നു? ഇൻവെൻ്ററി ആയി ബന്ധപ്പെട്ട്. ഇൻവെൻ്ററി തിയററ്റിക് അപ്രോച്ചാണ് വില്യം ബൗമൽ. ഇവിടെ വരുന്നത് എ മോഡൽ ഓഫ് ഡിമാൻഡ് ഫോർ മണി എക്സ്പാൻഡഡ് ഓൺ ദ ബൗമൽ മോഡൽ ആൻഡ് ഡെവലപ്ഡ് സ്റ്റൊക്കാസ്റ്റിക് മോഡൽ ഫോർ ഫേംസ് വിത്ത് അൺസർട്ടൺ ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ക്യാഷ് ഔട്ട്ഫ്ലോ. അൺസർട്ടൺ ആയിട്ടുള്ളിടത്താണ് ഇത് യൂസ് ചെയ്യുന്നത്. ദ മില്ലർ ആൻഡ് ഓർ മോഡൽ, MO മോഡൽ ട്ടോ, മില്ലർ ആൻഡ് O model provide two control limits, the upper control limit and the lower control limit along with a return point. upper control limit ഉം lower control limit ഉം ഇതിൽ വരുന്നുണ്ട്. When the cash balance touches the upper control ലിമിറ്റിനെ ടച്ച് ചെയ്താൽ മാർക്കറ്റബിൾ സെക്യൂരിറ്റി ആർ പർച്ചേസ്ഡ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് HZ എന്ന് പറയുന്നത് നമുക്കൊരു ഇത് തന്നിട്ടുണ്ട് കേട്ടോ, എന്താണ് ഒരു ഫിഗർ അതിൽ പറയുന്നതാണ്. ടു റിട്ടേൺ ബാക്ക് ടു ദ നോർമൽ ക്യാഷ് ബാലൻസ് ഓഫ് Z. അപ്പോൾ Z എന്ന് പറയുന്നത് തന്നെ ഒരു റിട്ടേൺ പോയിൻ്റ് ആണ്. H എന്ന് പറയുന്നത് ഏതാണ്? അപ്പർ കൺട്രോൾ പോയിൻ്റ്. അപ്പോൾ ഒന്ന് മനസ്സിൽ വിചാരിക്കുക, അപ്പർ കൺട്രോൾ പോയിൻ്റാണ് H. ഒരു വരയ്ക്കുക, അതിന് H എന്ന് കൊടുക്കാം. എന്ത്? ഹൊറിസോണ്ടലി. തൊട്ട് താഴെ Z എന്ന് പറഞ്ഞു ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക, അതും ഹൊറിസോണ്ടലി തന്നെ കേട്ടോ, പാരലലായിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക, അത് റിട്ടേൺ പോയിൻ്റ് എന്ന് കൊടുക്കാം. ദെൻ അതിന് താഴെയും സെയിം അളവിൽ പാരലലായിട്ട് O എന്ന് പറഞ്ഞ് ഒരു ഹൊറിസോണ്ടലായിട്ടൊരു ലൈൻ വരയ്ക്കുക, അത് ടൈം ആയിരിക്കും. എക്സ് ആക്സിസ് വൈ ആക്സിസിലെ എക്സിലെ ടൈം ആയിരിക്കും കേട്ടോ. അപ്പം ഇത് ഞാൻ ഇതിൽ വന്നിട്ടില്ല, എന്താണ് നമ്മുടെ ഫിഗർ വന്നിട്ടില്ല. അപ്പോൾ ഒന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് ഓർക്കാനാണ്. വെൻ ദ ക്യാഷ് ബാലൻസ് ടച്ചസ് ദ അപ്പർ കൺട്രോൾ ലിമിറ്റ് H, അപ്പർ കൺട്രോൾ ലിമിറ്റായ Hനെ ടച്ച് ചെയ്യുമ്പോൾ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ആർ പർച്ചേസ്ഡ് ടു ദ എക്സ്റ്റെൻറ്റ്. മാർക്കറ്റബിൾ സെക്യൂരിറ്റി പർച്ചേസ് ചെയ്യുമ്പോൾ, അതായത് Hൽ ടച്ച് ചെയ്യുമ്പോൾ മാർക്കറ്റബിൾ സെക്യൂരിറ്റി പർച്ചേസ് ചെയ്യും, അപ്പോൾ നോർമൽ ക്യാഷ് ബാലൻസിലേക്ക് ഇത് താന്നു പോകും. അതാണ് Z എന്ന് പറയുന്നത്. ഇൻ ദ സെയിം മാനർ വെൻ ദ ക്യാഷ് ബാലൻസ് ടച്ചസ് ദ ലോവർ കൺട്രോൾ ലിമിറ്റായ Oയിൽ ടച്ച് ചെയ്യുന്നു, ദ ഫേം വിൽ സെൽ മാർക്കറ്റബിൾ സെക്യൂരിറ്റി സെല് ചെയ്യുന്നു. അപ്പോൾ വീണ്ടും ഇത് Z ആയ നോർമൽ റിട്ടേൺ പോയിന്റിലേക്ക് പോകുന്നു. ഇതാണ് സംഭവം. ഇതിൻ്റെ Z ഈക്വൽ ഇത് പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, സാധാരണ കാണാറില്ല, നോക്കേണ്ടവർക്ക് നോക്കാം. 3/4 ഇൻറ്റു ട്രാൻസാക്ഷൻ കോസ്റ്റ് ഇൻറ്റു വേരിയൻസ് ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ് റേറ്റ് ഓൾ റേസ് ടു 1/3 ആൻഡ് റിട്ടേൺ പോയിൻ്റ് ഈക്വൽ ലോവർ ലിമിറ്റ് പ്ലസ് സ്പ്രെഡ് Z ആണ് ഡിവൈഡഡ് ബൈ 3. വേരിയൻസ് ഓഫ് ക്യാഷ് ഫ്ലോ കാണാൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ ചെയ്യുക. അപ്പോൾ ഇത് ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. ബൗമൽ മോഡലും പിന്നെ മില്ലർ ആൻഡ് ഓർ മോഡലും. ഇപ്പോൾ ക്യാഷ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഓഫ് ക്യാഷ് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഇൻവെൻ്ററി മാനേജ്മെൻറ്റിനെ പറ്റി പഠിക്കാം. ഇൻവെൻ്ററി കഴിഞ്ഞിട്ട് റിസീവബിളും കൂടി നോക്കാനുണ്ട്. ഇൻവെൻ്ററി നോക്കിയേ. ഇൻട്രൊഡക്ഷൻ എന്താണ്? ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇൻവെൻ്ററി കോൺസ്റ്റിറ്റ്യൂട്ട് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് പാർട്ട് ഓഫ് കറൻറ്റ് അസറ്റ് ഓർ വർക്കിംഗ് ക്യാപിറ്റൽ. It is very essential to have proper control and management of inventory. ഇൻവെൻ്ററിയെ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യുകയും മാനേജ് ചെയ്യുകയും ചെയ്യണം. The purpose of inventory management is to ensure availability of material in sufficient quantity as and when required and also to minimize investment in inventory. എന്താണ് ഇൻവെൻ്ററി മാനേജ്മെൻറ്റിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്? നമുക്ക് ആവശ്യമുള്ള സമയത്ത് സഫിഷ്യൻറ്റ് ക്വാണ്ടിറ്റിയിൽ മെറ്റീരിയൽസ് അവൈലബിൾ ആയിരിക്കണം. അതാണ് ഒരു ഇൻവെൻ്ററി മാനേജ്മെൻറ്റിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. ദെൻ മീനിങ് ആൻഡ് നേച്ചർ ഓഫ് ഇൻവെൻ്ററി. In accounting language, it may mean stock of finished goods only. Accounting language le stock of finished goods എന്ന് പറയാം. In a manufacturing concern, it may include raw material, work in progress and stores etc. Manufacturing ആവുമ്പോഴോ raw material, work in progress, stores ഒക്കെ ആവാം. ഇനി നമുക്ക് ഇൻവെൻ്ററിയിൽ വരുന്നത് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. ഒന്നാമത്തെ ഏതാണ്? റോ മെറ്റീരിയൽ. നമുക്കറിയാവുന്നതല്ലേ, റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ മേജർ ഇൻപുട്ടാണ്. നമുക്ക് പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് നടക്കാൻ വേണ്ടിയിട്ട് റോ മെറ്റീരിയൽസ് അത്യാവശ്യമാണ്. The quantity of raw material required will be determined by the rate of consumption and the time required for replenishing the supply. റോ മെറ്റീരിയൽ എന്തോരം ക്വാണ്ടിറ്റി ആവശ്യമുണ്ട് എന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കാം? എന്തോരം സപ്ലൈ ചെയ്യണം, അതിൻ്റെ ടൈമൊക്കെ അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി വർക്ക് ഇൻ പ്രോഗ്രസ്. വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നത് എന്താണ്?
നടന്നുകൊണ്ടിരിക്കുന്നു അല്ലേ, which are in between raw material and finished goods. ഫിനിഷ്ഡ് ഗുഡ്സിന് റോ മെറ്റീരിയലിനും ഇടയിലുള്ള അതിനെയാണ് നമ്മൾ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നത്. The quantum of work in progress depends upon the time taken in the manufacturing process. The greater the time taken in manufacturing, the more will be the amount of work in progress. മാനുഫാക്ചറിങ്ങിലുള്ള ടൈം ടേക്കൺ കൂടുതലാണെങ്കിൽ വർക്ക് ഇൻ പ്രോഗ്രസ് എമൗണ്ട് കൂടുതലായിരിക്കും. അടുത്തത് കൺസ്യൂമബിൾ. These are the material which are needed to smoothen the process of production. പ്രൊഡക്ഷൻ സ്മൂത്തൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് കൺസ്യൂമബിൾ. ദിസ് മെറ്റീരിയൽ ഡു നോട്ട് ഡയറക്റ്റ്ലി എൻ്റർ പ്രൊഡക്ഷൻ ബട്ട് ദേ ആക്ട് ആസ് കാറ്റലിസ്റ്റ് എക്സെട്ര. നേരിട്ട് ഇത് പ്രൊഡക്ഷനിൽ പങ്കെടുക്കുന്നില്ല, പക്ഷേ ഇതെന്ത് ചെയ്യാൻ പ്രൊഡക്ഷൻ സ്മൂത്ത് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നു. ദെൻ ഫിനിഷ്ഡ് ഗുഡ്സ്. These are the goods which are ready for the consumers. കൺസ്യൂമേഴ്സിന് വേണ്ടിയിട്ട്, അതായത് റോ മെറ്റീരിയലിനെ നമ്മൾ പ്രോസസ്സ് ചെയ്ത് എന്താക്കുന്നു, ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കുന്നു. അതാണ് ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഇൻ സം കൺസേൺ ദ പ്രൊഡക്ഷൻ ഈസ് അണ്ടർടേക്കൺ ഓൺ ഓർഡർ ബേസിസ്. ഇൻ ദീസ് കൺസേൺ ദർ വിൽ നോട്ട് ബി നീഡ് ഫോർ ഫിനിഷ്ഡ് ഗുഡ്. ചില കൺസേൺസ് എങ്ങനെയാണ്, ഓർഡറിനനുസരിച്ചായിരിക്കും കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെയുള്ളവരുടെ അടുത്ത് ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാവില്ല. അല്ലാതെ നേരത്തെ തന്നെ ഉണ്ടാക്കി വെക്കുന്നത്. നമ്മൾ പിന്നെ ഈ എന്താണ് നമ്മുടെ കോസ്റ്റിംഗിലെ മെത്തേഡ്സ്, ബാച്ച് കോസ്റ്റിംഗ്, ജോബ് കോസ്റ്റിങ്ങിലൊക്കെ പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു അല്ലേ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ഇനി ദ നീഡ് ഫോർ ഫിനിഷ്ഡ് ഗുഡ്സ് ഇൻവെൻ്ററി വിൽ ബി മോർ വെൻ പ്രൊഡക്ഷൻ ഈസ് അണ്ടർടേക്കൺ ഇൻ ജനറൽ വിതൗട്ട് വെയിറ്റിംഗ് ഫോർ സ്പെസിഫിക് ഓർഡേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാതെയും ചിലരെന്ത് ചെയ്യും, നമ്മൾ ഇൻവെൻ്ററീസ് ഉണ്ടാക്കി വെക്കും അല്ലേ. അപ്പോൾ ആവശ്യക്കാർ അത് കാണുമ്പോൾ വന്ന് നേരിട്ട് വാങ്ങിച്ചോളും. ദെൻ Spares also form a part of inventory. The consumption pattern of raw material, consumable, finished goods are different from that of spares. Raw material, consumable, finished goods ഒക്കെ consumption pattern sparesൽ നിന്ന് ഡിഫറെൻ്റ് ആണ്. Some industry like transport will require some spares than the other concern. The costly spare part like engine, maintenance spare etc. are not discarded after use, rather they are kept in ready position for further use. അത് ഡിസ്കാർഡ് ചെയ്യുകയല്ല ചെയ്യുന്നത്, എന്ത് ചെയ്യും, ഫർദർ യൂസിന് വേണ്ടിയിട്ട് അത് പ്രിപ്പയർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇൻവെൻ്ററിയുടെ താഴെ വരുന്ന കാര്യങ്ങൾ കണ്ടോ. ഇൻവെൻ്ററി ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ് തിങ്സ്: റോ മെറ്റീരിയൽ, വർക്ക് ഇൻ പ്രോഗ്രസ്, കൺസ്യൂമബിൾ, ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് സ്പെയേഴ്സ്. ദെൻ എന്താണ് ഇൻവെൻ്ററി മാനേജ്മെൻറ്റ്? എ പ്രോപ്പർ പ്ലാനിങ് ഓഫ് പർച്ചേസിങ്, ഹാൻഡ്ലിംഗ്, സ്റ്റോറിങ് ആൻഡ് അക്കൗണ്ടിങ് ഷുഡ് ഫോം എ പാർട്ട് ഓഫ് ഇൻവെൻ്ററി മാനേജ്മെൻറ്റ്. ഏതൊക്കെ വരുന്നുണ്ട്? പർച്ചേസ് ചെയ്യുക, അത് ഹാൻഡിൽ ചെയ്യുക, സ്റ്റോർ ചെയ്യുക, അതിൻ്റെ അക്കൗണ്ടിങ് ചെയ്യുക, അതൊക്കെ ഇൻവെൻ്ററി മാനേജ്മെൻറ്റിൻ്റെ പാർട്ടാണ്. ആൻ എഫിഷ്യൻറ്റ് സിസ്റ്റം ഓഫ് ഇൻവെൻ്ററി മാനേജ്മെൻറ്റ് വിൽ ഡിറ്റർമൈൻ വാട്ട് ടു പർച്ചേസ്, എന്ത് പർച്ചേസ് ചെയ്യണം, ഹൗ മച്ച് ടു പർച്ചേസ്, എന്തോരം പർച്ചേസ് ചെയ്യണം, ഫ്രം വെയർ ടു പർച്ചേസ്, എവിടെ നിന്ന് പർച്ചേസ് ചെയ്യണം, വെയർ ടു സ്റ്റോർ, എവിടെ സൂക്ഷിക്കും എന്നുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഏതിൽ വരുന്നുണ്ട്? ഇൻവെൻ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ വരുന്നുണ്ട്. ദെൻ ഒബ്ജക്ട്സ് ഓഫ് ഇൻവെൻ്ററി മാനേജ്മെൻറ്റ്. എന്താണ് ഇൻവെൻ്ററി മാനേജ്മെൻറ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്? ജസ്റ്റ് ഒന്ന് നോക്കിയേ. The main objects of inventory management are operational and financial. Operational objective mean that the materials and spares should be available in sufficient quantity so that work is not disrupted for want of inventory. അതായത് മെറ്റീരിയലും സ്പെയറും ഒക്കെ ആവശ്യത്തിന് എന്തുണ്ട്, നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഇൻവെൻ്ററിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് വർക്കിൽ ഡിസ്റപ്ഷൻ ഒന്നും ഉണ്ടാവില്ല. അതാണ് ഓപ്പറേഷണൽ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ, അതായത് ഓപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും എന്ന ഒരു രീതിയിൽ. ഇനി ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ് എന്താണെന്ന് നോക്കി. ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ് മീൻസ് ദാറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇൻവെൻ്ററി ഷുഡ് നോട്ട് റിമെയിൻ ഐഡിയൽ ആൻഡ് മിനിമം വർക്കിംഗ് ക്യാപിറ്റൽ ഷുഡ് ബി ലോക്ക്ഡ് ഇൻ ഇറ്റ്. അതായത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വെറുതെ കിടക്കാൻ പാടില്ല. അതാണ് ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവിൽ പറയുന്നത്. ഇപ്പം മെയിനായിട്ട് ഉള്ള ഒബ്ജക്റ്റീവ് ഓപ്പറേഷണലും ഫിനാൻഷ്യലുമാണ്. ഓപ്പറേഷണൽ എന്ന് പറയുന്നത് സഫിഷ്യൻറ്റ് ക്വാണ്ടിറ്റിയിൽ സ്പെയറും മെറ്റീരിയലൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ വർക്ക് ഡിസ്റപ്റ്റ് ആവാതെ അത് വർക്ക് ചെയ്യണം, അതാണ് ഓപ്പറേഷൻ. ഫിനാൻഷ്യൽ എന്ന് പറയുന്നത് നമ്മൾ ഇൻവെൻ്ററിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് വെറുതെ ഇരിക്കാൻ പാടില്ല, അത് എന്തെങ്കിലുമൊക്കെ ചെയ്യുക. പിന്നെ മിനിമം വർക്കിംഗ് ക്യാപിറ്റൽ ലോക്ക് ചെയ്യുകയും ചെയ്യണം. ഇനി നമുക്ക് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് ഇൻവെൻ്ററി മാനേജ്മെൻറ്റ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, മിക്കവാറും ചോദിക്കാറുള്ളതാണ് ഇൻവെൻ്ററി മാനേജ്മെൻറ്റിൻ്റെ ടൂൾസ് ആൻഡ് ടെക്നിക്സ്. ഇനി
ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് ഇൻവെൻ്ററി മാനേജ്മെൻറ്റ്. ഇൻവെൻ്ററി മാനേജ്മെൻറ്റിൻ്റെ ടൂൾസും ടെക്നിക്സുമാണ് പഠിക്കാനുള്ളത്. ഇന്ന് നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ് ഫിഫ്ത്ത് സെമ്മിൽ ബികോമിലെ ഫിഫ്ത്ത് സെമ്മിലെ കോസ്റ്റ് അക്കൗണ്ടിങ് ടെക്സ്റ്റിൽ മെറ്റീരിയൽ കോസ്റ്റിൻ്റെ കൺട്രോൾ ആൻഡ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഇതുണ്ട്. നമുക്കപ്പോൾ ABC അനാലിസിസ്, VD അനാലിസിസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിൽ പഠിക്കാം. അപ്പം ആ ടെക്സ്റ്റ് ഉള്ളവർ ആ ടെക്സ്റ്റ് കൂടി നോക്കുക. Effective inventory management requires an effective control system for inventory. ഇഫക്റ്റീവ് ആവണമെങ്കിൽ അവിടെ എന്ത് വേണം? ഒരു ഇഫക്റ്റീവ് കൺട്രോൾ സിസ്റ്റം വേണം. എ പ്രോപ്പർ ഇൻവെൻ്ററി കൺട്രോൾ നോട്ട് ഓൺലി ഹെൽപ്പ് ഇൻ സോൾവിങ് ദ അക്യൂട്ട് പ്രോബ്ലം ഓഫ് ലിക്വിഡിറ്റി ബട്ട് ഓൾസോ ഇൻക്രീസസ് പ്രോഫിറ്റ് ആൻഡ് കോസസ് സബ്സ്റ്റാൻഷ്യൽ റിഡക്ഷൻ ഇൻ ദ വർക്കിംഗ് ക്യാപിറ്റൽ ഓഫ് ദ ഫേം. ഒരു കൺട്രോൾ യൂണിറ്റ് ഉണ്ടെങ്കിൽ അത് ലിക്വിഡിറ്റി പ്രോബ്ലം കുറയ്ക്കുക മാത്രമല്ല, അത് സോൾവ് ചെയ്യുക മാത്രമല്ല, പിന്നെയോ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാൻ കൂടി നമ്മളെ സഹായിക്കും. ഇനി നമുക്ക് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് ഇൻവെൻ്ററി മാനേജ്മെൻറ്റ് ആൻഡ് കൺട്രോൾ എന്ന് നോക്കാം. ഓരോന്നായിട്ട് നോക്കാം. ആദ്യം ഡിറ്റർമിനേഷൻ ഓഫ് സ്റ്റോക്ക് ലെവൽ. ഈ സ്റ്റോക്ക് ലെവലായി ബന്ധപ്പെട്ട് നമുക്ക് ഓരോന്ന് മിനിമം സ്റ്റോക്ക് ലെവൽ എങ്ങനെ കണ്ടുപിടിക്കണം, റീഓർഡർ ലെവൽ എങ്ങനെ, മാക്സിമം ലെവൽ എങ്ങനെ, ഇതൊക്കെ ചോദിക്കാറുണ്ട് എക്സാമിന്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. എന്താണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. അതിൻ്റെ കൂടെ ഈ ഇക്വേഷൻസ് പഠിച്ചു വയ്ക്കുക. ഇക്വേഷൻ എന്തായാലും എഴുതിയെടുത്ത് തന്നെ പഠിക്കുക. ഡിറ്റർമിനേഷൻ ഓഫ് സ്റ്റോക്ക് ലെവൽസ്. ക്യാരിയിങ് ഓഫ് ടു മച്ച് ആൻഡ് ടു ലിറ്റിൽ ഓഫ് ഇൻവെൻ്ററി ഈസ് ഡിട്രിമെൻ്റൽ ടു ദ ഫേം. ടു മച്ച് ഇൻവെൻ്ററി ഉണ്ടായിട്ടും കാര്യമില്ല, ടു ലിറ്റിൽ ഇൻവെൻ്ററി ഉണ്ടായിട്ടും കാര്യമില്ല. അത് ഫേമിന് നഷ്ടമായിരിക്കും. ഇഫ് ദ ഇൻവെൻ്ററി ലെവൽ ഈസ് ടു ലിറ്റിൽ ദ ഫേം വിൽ ഫേസ് ഫ്രീക്വൻറ്റ് സ്റ്റോക്ക് ഔട്ട്സ് ഇൻവോൾവിംഗ് ഹെവി ഓർഡറിംഗ് കോസ്റ്റ് ആൻഡ് ഇഫ് ദ ഇൻവെൻ്ററി ലെവൽ ഈസ് ടു ഹൈ ഇറ്റ് വിൽ ബി അൺനെസസറി ടൈപ്പ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ ലിറ്റിൽ ആയിക്കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? ഹെവി ഓർഡറിംഗ് കോസ്റ്റ് സംഭവിക്കും. ഹൈ ആയിക്കഴിഞ്ഞാൽ ഇൻവെൻ്ററി ലെവൽ ഹൈ ആയിക്കഴിഞ്ഞാൽ അത് ക്യാപിറ്റലായിട്ടൊരു ടൈപ്പ് ഉണ്ടാവില്ല. Therefore, an efficient inventory management requires that a firm should maintain an optimum level of inventory where inventory costs are the minimum and at the same time there is no stock out which may result in loss or sale or stoppage of production. അപ്പോൾ എന്ത് വേണം? ഒരു efficient inventory management അവിടെ നടക്കണം. ഇനി ഏതൊക്കെയാണ് വേരിയസ് സ്റ്റോക്ക് ലെവൽസ്? ഒന്നാമത്തത് മിനിമം ലെവൽ. These represent the quantity which must be maintained in hand at all time. മിനിമം ആയിട്ട് അറ്റ്ലീസ്റ്റ് നമ്മുടെ കയ്യിൽ വേണ്ടതാണ് ഇത് മിനിമം ലെവലിലുള്ള ക്വാണ്ടിറ്റി. അത്രയും ക്വാണ്ടിറ്റി, മിനിമം ക്വാണ്ടിറ്റി നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇഫ് സ്റ്റോക്സ് ആർ ലെസ് ദാൻ ദ മിനിമം ലെവൽ ദെൻ ദ വർക്ക് വിൽ സ്റ്റോപ്പ് ഡ്യൂ ടു ഷോർട്ടേജ് ഓഫ് മെറ്റീരിയൽ. മിനിമം ലെവലിനേക്കാളും താഴെയാണ് സ്റ്റോക്ക് എങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? ഷോർട്ടേജ് ഓഫ് മെറ്റീരിയൽ സംഭവിക്കും. അപ്പോൾ നമുക്ക് വർക്ക് നിർത്തേണ്ടതായിട്ട് വരും. The following factors are taken into account while fixing minimum stock level. ഏതൊക്കെയാണ്? ലീഡ് ടൈം, റേറ്റ് ഓഫ് കൺസംഷൻ, nature of material. ലീഡ് ടൈം is the time taken in processing the order and then executing it. അതിൻ്റെ ഇടയിലുള്ള ആ ടൈമിനെയാണ് ലീഡ് ടൈം എന്ന് പറയുന്നത്. എന്താണ്? ഓർഡർ പ്രോസസ്സ് ചെയ്യുന്നതും അത് എക്സിക്യൂട്ട് ചെയ്യുന്നതും ആ ടൈമാണ് ലീഡ് ടൈം എന്ന് പറയുന്നത്. റേറ്റ് ഓഫ് കൺസംഷൻ ഈസ് ദി ആവറേജ് കൺസംഷൻ ഓഫ് മെറ്റീരിയൽ ഇൻ ദ ഫാക്ടറി. ഒരു ഫാക്ടറിയിലെ ആവറേജ് കൺസംഷൻ, അതാണ് റേറ്റ് ഓഫ് കൺസംഷനിൽ വരുന്നത്. ദെൻ നേച്ചർ ഓഫ് മെറ്റീരിയൽ. മെറ്റീരിയലിൻ്റെ നേച്ചർ എങ്ങനെയാണ്? ഇഫ് എ മെറ്റീരിയൽ ഈസ് റിക്വയർഡ് ഓൺലി അഗെയിൻസ്റ്റ് സ്പെഷ്യൽ ഓർഡേഴ്സ് ഓഫ് ദ കസ്റ്റമർ ദെൻ മിനിമം സ്റ്റോക്ക് വിൽ നോട്ട് ബി റിക്വയർഡ് ഫോർ സച്ച് മെറ്റീരിയൽ. ഇപ്പം സാധാരണ രീതിയിൽ നമ്മൾ മിനിമം ലെവൽ ക്രിയേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ഇപ്പോൾ ചില സമയങ്ങളിൽ കസ്റ്റമറിൻ്റെ ഓർഡർ അനുസരിച്ചാണ് നമ്മൾ മെറ്റീരിയൽസ് കൊടുക്കുന്നതെങ്കിൽ അപ്പോൾ മിനിമം സ്റ്റോക്ക് വേണം എന്നില്ല. അപ്പോൾ കസ്റ്റമറിൻ്റെ ഓർഡർ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് സാധനം പോയി വാങ്ങിച്ച് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. എങ്ങനെയാണ് ഇനി മിനിമം സ്റ്റോക്ക് ലെവൽ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. റീഓർഡറിംഗ് ലെവൽ മൈനസ് നോർമൽ കൺസംഷൻ ഇൻറ്റു നോർമൽ റീഓർഡർ പീരീഡ്. റീഓർഡറിംഗ് ലെവൽ മൈനസ് നോർമൽ കൺസംഷൻ ഇൻറ്റു നോർമൽ റീഓർഡർ പീരീഡ്. അപ്പോൾ അതാണ് മിനിമം ലെവലിൽ വരുന്നത്. ഇനി എന്താണ് റീഓർഡറിംഗ് ലെവൽ എന്ന് പറയുന്നത്? When the quantity of material reaches at a certain figure, then fresh order is sent to get material again. ഒരു സർട്ടൺ ലെവലിൽ ക്വാണ്ടിറ്റി എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? പിന്നെയും മെറ്റീരിയൽസ് കിട്ടാൻ വേണ്ടിയിട്ട് ഫ്രഷ് ഓർഡർ സെൻഡ് ചെയ്യും. ദ ഓർഡർ ഈസ് സെൻഡ് ബിഫോർ ദ മെറ്റീരിയൽ റീച്ച് മിനിമം സ്റ്റോക്ക് ലെവൽ. മിനിമം സ്റ്റോക്ക് ലെവലിൽ എത്തുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഓർഡർ സെൻഡ് ചെയ്യണം, എന്നാലല്ലേ നേരത്തെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ മിനിമം സ്റ്റോക്ക് ലെവലിന് താഴെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വർക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ട അവസ്ഥ വരും.
Reordering level or ordering level is fixed between minimum level and maximum level. അതുകൊണ്ട് reordering level എന്ന് പറയുന്നത് മിനിമം ലെവലിൻ്റെയും മാക്സിമം ലെവലിൻ്റെയും ഇടയിലായിരിക്കണം ഫിക്സ് ചെയ്യേണ്ടത്. The rate of consumption, number of days required to replenish the stock, maximum quantity of material required on any day are taken into account while fixing reorder level. Reorder ഫിക്സ് ചെയ്യുമ്പോൾ ലെവൽ ഫിക്സ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? എത്ര സ്റ്റോക്ക് ഉണ്ട്, മാക്സിമം ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് എത്രയാണ് എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. Then reordering level equal to maximum consumption into maximum reorder period. Reorder level equal to maximum consumption into maximum reorder period. ഇനി എന്താണ് മാക്സിമം ലെവൽ എന്ന് പറയുന്നത്? It is the quantity of material beyond which a firm should not exceed its stock. മിനിമം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അറ്റ്ലീസ്റ്റ് അത്രയും ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. മാക്സിമം എന്ന് പറയുമ്പോൾ അതിൽ കൂടേണ്ട ആവശ്യമില്ല, അത്രയും ക്വാണ്ടിറ്റി മതി. ഇഫ് ദ ക്വാണ്ടിറ്റി എക്സീഡ് മാക്സിമം ലെവൽ ലിമിറ്റ് ദെൻ ഇറ്റ് വിൽ ബി ഓവർ സ്റ്റോക്കിംഗ്. മാക്സിമം ലെവലിൽ മുകളിൽ പോയി കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി അതിലും എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താണ് ഓവർ സ്റ്റോക്കിംഗ് ആണ് വരുന്നത്. ഓവർ സ്റ്റോക്കിംഗ് വിൽ മീൻ ബ്ലോക്കിംഗ് ഓഫ് മോർ വർക്കിംഗ് ക്യാപിറ്റൽ, മോർ സ്പേസ് ഫോർ സ്റ്റോറിംഗ് ദ മെറ്റീരിയൽ, മോർ വേസ്റ്റേജ് ഓഫ് മെറ്റീരിയൽ ആൻഡ് മോർ ചാൻസസ് ഓഫ് ലോസ് ഫ്രം ഒബ്സോളസൻസ്. ഇപ്പോൾ കുറേ ഓവർ സ്റ്റോക്കിംഗ് ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് വർക്കിംഗ് ക്യാപിറ്റൽ അവിടെ ബ്ലോക്ക് ആവും, കുറേ സ്പേസ് സ്റ്റോറേജ് സ്പേസ് പോവും, മെറ്റീരിയൽസ് പോവും, പിന്നെയോ ഇത് ലോസ് ആവാനുള്ള ഒബ്സോളസൻസോ വേറെ എൻറ്റയറൊക്കെ വന്ന് ഈ സാധനങ്ങൾ ലോസ് ആവാനുള്ള ചാൻസും ഉണ്ട്. ദെൻ മാക്സിമം സ്റ്റോക്ക് ലെവൽ will depend upon the following factors. ഏതൊക്കെയാണ്? അവൈലബിലിറ്റി ഓഫ് ക്യാപിറ്റൽ, മാക്സിമം റിക്വയർമെൻറ്റ് ഓഫ് മെറ്റീരിയൽ, അവൈലബിലിറ്റി ഓഫ് സ്പേസ് ഫോർ സ്റ്റോറിങ് ദ മെറ്റീരിയൽ തുടങ്ങിയവ. ഓക്കെ, അതത്ര മതി. ഇനി മാക്സിമം സ്റ്റോക്ക് ലെവൽ കാണാനുള്ള ഇക്വേഷൻ നോക്കി. റീഓർഡറിംഗ് ലെവൽ പ്ലസ് റീഓർഡറിംഗ് ക്വാണ്ടിറ്റി മൈനസ് മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീഓർഡറിംഗ് പീരീഡ്. Maximum stock level equal to reordering level plus reordering quantity minus minimum consumption into minimum reordering period. ഇനി എന്താണ് ഡേഞ്ചർ ലെവൽ? ലാസ്റ്റ് വൺ അല്ല, ഡേഞ്ചർ ലെവൽ കഴിഞ്ഞ് ആവറേജ് സ്റ്റോക്ക് ലെവൽ ഉണ്ട്. എന്താണ് ഡേഞ്ചർ ലെവൽ? ഇറ്റ് ഈസ് ദ ലെവൽ ബിയോണ്ട് വിച്ച് മെറ്റീരിയൽ ഷുഡ് നോട്ട് ഫോൾ ഇൻ എനി കേസ്. എന്ത് സംഭവിച്ചാലും അതിന് താഴെ മെറ്റീരിയൽസ് ക്വാണ്ടിറ്റി വരാൻ പാടില്ല. അതാണ് ഡേഞ്ചർ ലെവൽ എന്ന് പറയുന്നത്. ഇഫ് ഡേഞ്ചർ ലെവൽ അറൈസസ് ദെൻ ഇമ്മീഡിയറ്റ് സ്റ്റെപ്പ് ഷുഡ് ബി ടേക്കൺ ടു റിപ്ലനിഷ് ദ സ്റ്റോക്ക് ഈവൺ ഇഫ് മോർ കോസ്റ്റ് ഈസ് ഇൻക്വേർഡ് ഇൻ അറേഞ്ചിങ് ദ മെറ്റീരിയൽ. കോസ്റ്റ് കൂടി തന്നെ, കോസ്റ്റ് ഇപ്പോൾ ഒരുപാട് ആയാൽ പോലും ഡേഞ്ചർ ലെവൽ വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് സ്റ്റെപ്പ് എന്തായാലും നമ്മൾ എടുത്തിരിക്കണം. If materials are not arranged immediately, there is a possibility of stoppage of work. വർക്ക് സ്റ്റോപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്. മെറ്റീരിയൽസ് കറക്റ്റായിട്ട് നമ്മൾ ഇമ്മീഡിയറ്റ്ലി അറേഞ്ച് ചെയ്തില്ലെങ്കിൽ അവിടെ വർക്ക് സ്റ്റോപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് ഡേഞ്ചർ ലെവൽ എന്ന് പറയുന്നത്. ഡേഞ്ചർ ലെവൽ എങ്ങനെ കണ്ടുപിടിക്കാം? ആവറേജ് കൺസംഷൻ ഇൻറ്റു മാക്സിമം റീഓർഡർ പീരീഡ് ഫോർ എമർജൻസി പർച്ചേസസ്. Then last one is average stock level. The average stock level കാണാനുള്ള ഇക്വേഷൻ minimum stock level plus half of reorder quantity. Minimum stock level plus half of reorder quantity. അപ്പോൾ നമ്മൾ എന്താ പഠിക്കുന്നത്? ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് ആൻഡ് കൺട്രോൾ ആണ് പഠിക്കുന്നത്. അതിലാദ്യം സ്റ്റോക്ക് ലെവലാണ് പഠിച്ചത്. ഇനി സേഫ്റ്റി സ്റ്റോക്ക്. അടുത്തത് ഡിറ്റർമിനേഷൻ ഓഫ് സേഫ്റ്റി സ്റ്റോക്ക്. സേഫ്റ്റി സ്റ്റോക്ക് ഈസ് എ ബഫർ ടു മീറ്റ് സം അൺആൻറ്റിസിപ്പേറ്റഡ് ഇൻക്രീസ് ഇൻ യൂസ്. അതായത് നമുക്ക് അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കില്ലേ, അതിനെയാണ് സേഫ്റ്റി സ്റ്റോക്ക് എന്ന് പറയുന്നത്. The usage of inventory cannot be perfectly forecasted. It fluctuates over a period of time. നമുക്ക് ഇൻവെൻറ്ററി എന്തോരം ആണെന്ന് കറക്റ്റായിട്ട് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് സമയത്തിനനുസരിച്ച് മാറ്റം വന്നുകൊണ്ടിരിക്കും. The demand for materials may fluctuate and delivery of inventory may also be delayed, and in such a situation the firm can face a problem of stock out. Demand മറിഞ്ഞിരിക്കുമ്പോൾ നമുക്ക് ഇൻവെൻറ്ററി ഡെലിവറി ചിലപ്പോൾ വൈകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ദ സ്റ്റോക്ക് ഔട്ട് ക്യാൻ പ്രൂവ് കോസ്റ്റ്ലി ബൈ എഫക്റ്റിംഗ് ദ സ്മൂത്ത് വർക്കിംഗ് ഓഫ് എ കൺസേൺ. സ്റ്റോക്ക് ഔട്ട് ആണെങ്കിലോ അത് നമ്മുടെ കൺസേണിൻ്റെ വർക്കിങ്ങിനെ തന്നെ ബാധിക്കുന്ന കാര്യമാണ്. In order to protect against the stock out arising out of usage fluctuation,
ഫേം യൂഷ്വലി മെയിൻറ്റെയിൻ സം മാർജിൻ ഓഫ് സേഫ്റ്റി ഓർ സേഫ്റ്റി സ്റ്റോക്ക്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നം സ്മൂത്ത് റണ്ണിങ്ങിനെയൊക്കെ ബാധിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ, സ്റ്റോക്ക് ഔട്ടൊന്നും അധികം ഉണ്ടാവാതിരിക്കാൻ, അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഈ സേഫ്റ്റി സ്റ്റോക്ക് എന്ന് പറയുന്നത്. ദ ബേസിക് പ്രോബ്ലം ഈസ് ടു ഡിറ്റർമൈൻ ദ ലെവൽ ഓഫ് ക്വാണ്ടിറ്റി ഓഫ് സേഫ്റ്റി സ്റ്റോക്ക്. ടു കോസ്റ്റ് ആർ ഇൻവോൾവ് ഇൻ ദ ഡിറ്റർമിനേഷൻ ഓഫ് ദിസ് കോസ്റ്റ്, ദാറ്റ് ഈസ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് സ്റ്റോക്ക് ഔട്ട് ആൻഡ് ദ ക്യാരിയിങ് കോസ്റ്റ്. ഏതൊക്കെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും. Then ordering systems of inventory. The basic problem of inventory is to decide the reorder point. This point indicates when an order should be placed. The reorder point is determined with the help of these things. എങ്ങനെയൊക്കെ നമുക്ക് reorder point മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ആവറേജ് കൺസംഷൻ റേറ്റ് നോക്കുക, പിന്നെയോ ഡ്യൂറേഷൻ ഓഫ് ലീഡ് ടൈം നോക്കുക, ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി നോക്കുക. When the inventory is depleted to lead time consumption, the order should be പ്ലേസ്ഡ്. ഏറ്റവും കുറഞ്ഞ ലീഡ് ടൈം ഉള്ളത് എന്ത് ചെയ്യാം, പ്ലേസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതാണ് ഓർഡറിങ് സിസ്റ്റം ഓഫ് ഇൻവെൻറ്ററിയിൽ വരുന്നത്. അതിൽ 3 സിസ്റ്റം ഓഫ് ഓർഡറിങ് ഉണ്ട്. ഏതൊക്കെയാണ്? ഫിക്സഡ് ഓർഡർ ക്വാണ്ടിറ്റി സിസ്റ്റം, അതിന് EOQ എന്ന് പറയുന്നു. ദെൻ ഫിക്സഡ് പീരിയഡ് ഓർഡർ സിസ്റ്റം അല്ലെങ്കിൽ പീരിയോഡിക് റീ ഓർഡറിങ് സിസ്റ്റം, പിന്നെ സിംഗിൾ ഓർഡർ ആൻഡ് ഷെഡ്യൂൾഡ് പാർട്ട് ഡെലിവറി സിസ്റ്റം. ഇനി EOQ അഥവാ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി നമ്മൾ കോസ്റ്റിങ്ങിലും പഠിച്ചതാണ് കേട്ടോ. എന്താണ് ഇതിൽ പറയുന്നത്? ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഈസ് ദ സൈസ് ഓഫ് ദ ലോട്ട് ടു ബി പർച്ചേസ്ഡ് വിച്ച് ഈസ് ഇക്കണോമിക്കലി വയബിൾ. ഇക്കണോമിക്കലി വയബിൾ ആയിട്ടുള്ള അത്രയും നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സൈസിനെയാണ് ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അതായത് ഇക്കണോമിക് ആയിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി കുറയാനും പാടില്ല, അത് കൂടാനും പാടില്ല. ഓക്കെ, അതാണ് ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. ഷുഡ് നൈദർ ബി സ്മോൾ നോർ ബിഗ്. ദിസ് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ വിച്ച് ക്യാൻ ബി പർച്ചേസ്ഡ് അറ്റ് എ മിനിമം കോസ്റ്റ്. പിന്നെ എങ്ങനെയാണ് നമുക്ക് മിനിമം കോസ്റ്റിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് ആയിരിക്കണം. ജനറലി ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഈസ് ദ പോയിന്റ് അറ്റ് വിച്ച് ഇൻവെൻറ്ററി ക്യാരിയിങ് കോസ്റ്റ് ഈക്വൽ ടു ഓർഡറിങ് കോസ്റ്റ്. ഇൻവെൻറ്ററി ക്യാരിയിങ് കോസ്റ്റ് ഈക്വൽ ടു ഓർഡറിങ് കോസ്റ്റ് വരുന്ന പോയിൻ്റാണ് ഇത് ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി വരുന്നത്. ഓർഡറിങ് കോസ്റ്റുമുണ്ട്, ക്യാരിയിങ് കോസ്റ്റുമുണ്ട്. എന്താണ് ഓർഡറിങ് കോസ്റ്റ്? These are the costs which are associated with the purchasing or ordering of material. മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മെറ്റീരിയൽ ഓർഡർ ചെയ്യുമ്പോൾ അതായി ബന്ധപ്പെട്ട കോസ്റ്റാണ് ഓർഡറിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. കോസ്റ്റ് ഓഫ് സ്റ്റാഫ് പോസ്റ്റഡ് ഫോർ ഓർഡറിങ് ഓഫ് ഗുഡ്സ് ഓർഡർ ചെയ്യാൻ വേണ്ടി സ്റ്റാഫിനെ പോസ്റ്റ് ചെയ്യുന്നു. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസസ്, പിന്നെ ഇൻസ്പെക്ഷൻ കോസ്റ്റ്, കോസ്റ്റ് ഓഫ് സ്റ്റേഷനറി, അതൊക്കെ ഏതായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓർഡറിങ് കോസ്റ്റായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓർഡറിങ് കോസ്റ്റായി ബന്ധപ്പെട്ടത് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വയ്ക്കുക. ചിലപ്പോൾ ഓഡ് വൺ ഔട്ട് എന്ന രീതിയിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ MCQ തന്നെ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഉപകാരപ്പെടും. അപ്പോൾ ഏതൊക്കെയാണ് ഓർഡറിങ് കോസ്റ്റായി റിലേറ്റ് ചെയ്തിരിക്കുന്നത്? കോസ്റ്റ് ഓഫ് സ്റ്റാഫ് പോസ്റ്റഡ് ഫോർ ഓർഡറിങ് ഓഫ് ഗുഡ്സ്, എക്സ്പെൻസസ് ഇൻക്വേർഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, ഇൻസ്പെക്ഷൻ കോസ്റ്റ് ഓഫ് ഇൻകമിംഗ് മെറ്റീരിയൽ ഇൻസ്പെക്ഷൻ കോസ്റ്റ്, പിന്നെ സ്റ്റേഷനറി കോസ്റ്റ്, ടെലിഫോൺ ചാർജസ് ഒക്കെ. ദീസ് കോസ്റ്റ് ആർ ഓൾസോ നോൺ ആസ് ബൈയിങ് കോസ്റ്റ് ആൻഡ് വിൽ ഓൺലി അറൈസ് വെൻ സം പർച്ചേസസ് ആർ മെയ്ഡ്. ഇതിനെ ബൈയിങ് കോസ്റ്റ് എന്നും അറിയപ്പെടുന്നു. When materials are manufactured in the concern, then these costs will be known as setup cost. ഇപ്പോൾ മാനുഫാക്ചറിങ് കൺസേണിൽ മെറ്റീരിയൽ മാനുഫാക്ചർ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിന് എന്ത് പറയും? സെറ്റപ്പ് കോസ്റ്റ് എന്ന് പറയും. These costs will include cost of setting up of machinery of manufacturing material, time taken up in setting, cost of tool, etc. The ordering costs are totaled up for the year and then divided by the number of orders placed each year. ഓർഡറിങ് കോസ്റ്റ് എന്ത് ചെയ്യും? ടോട്ടൽ ചെയ്യും, അത് കഴിഞ്ഞ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓർഡേഴ്സ് ചെയ്യും. ദ പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ഹാസ് എസ്റ്റിമേറ്റഡ് ദീസ് കോസ്റ്റ് ബിറ്റ്വീൻ 10 and 20 പെർ ഓർഡർ. പെർ ഓർഡറിന് 10 മുതൽ 20 വരെയാണ് ഓർഡർ കോസ്റ്റ് വരുന്നത്. ആര് പറഞ്ഞിരിക്കുന്ന? പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ. ദെൻ ക്യാരിയിങ് കോസ്റ്റ്. These are the cost for holding the inventory. ഇൻവെൻറ്ററി ക്യാരി ചെയ്യാൻ വരുന്ന കോസ്റ്റാണ് ക്യാരിയിങ് കോസ്റ്റ്, അതായത് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന കോസ്റ്റ്. ഏതാ? ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ഇൻ ഇൻവെൻറ്ററി, കോസ്റ്റ് ഓഫ് സ്റ്റോറേജ്, ദ ലോസ് ഓഫ് മെറ്റീരിയൽ ഡ്യൂ ടു ഡിറ്റീരിയോഷൻ ആൻഡ് ഒബ്സോളസൻസ്, ഇൻഷുറൻസ് കോസ്റ്റ്, കോസ്റ്റ് ഓഫ് സ്പോയിലേജ് ഇൻ ഹാൻഡ്ലിംഗ് ഓഫ് മെറ്റീരിയൽ. ഇതൊക്കെ എന്തായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്യാരിയിങ് കോസ്റ്റായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ക്യാരിയിങ് കോസ്റ്റ് എത്ര മുതൽ എത്ര വരെ? 15 to 20% ഓഫ് ടോട്ടൽ കോസ്റ്റ്. ദ ലോങ്ങർ ദ മെറ്റീരിയൽ കെപ്റ്റ് ഇൻ സ്റ്റോക്ക്, ദ കോസ്റ്റ് ഇറ്റ് ബിക്കം 20% എവറി ഇയർ. ദ ക്യാരിയിങ് ആൻഡ് ഓർഡറിങ് കോസ്റ്റ് ഹാവ് എ റിവേഴ്സ് റിലേഷൻഷിപ്പ്. ഇവർ തമ്മിൽ റിവേഴ്സ് റിലേഷൻഷിപ്പാണ്. ദ ഓർഡറിങ് കോസ്റ്റ് ഗോസ് അപ്പ് വിത്ത് ദ
ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് ഓർഡേഴ്സ് പ്ലേസ്ഡ്. ഓർഡേഴ്സ് പ്ലേസ്ഡ് അതായത് ഓർഡർ പ്ലേസ് ചെയ്തത് കൂടുന്തോറും ഓർഡറിങ് കോസ്റ്റ് കൂടും. ക്യാരിങ് കോസ്റ്റ് ഗോ ഡൗൺ പെർ യൂണിറ്റ് വിത്ത് ദ ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് യൂണിറ്റ്. നമ്പർ ഓഫ് യൂണിറ്റ് കൂടുമ്പോൾ ക്യാരിങ് കോസ്റ്റ് എന്ത് ചെയ്യും? താന്നു വരും. ഓർഡറിങ് കോസ്റ്റ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ക്യാരിങ് കോസ്റ്റ് താന്നു വരും. അതുകൊണ്ടാണ് റിവേഴ്സ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇനി assumptions of EOQ just നോക്കി. The supply of goods is satisfactory. The goods can be purchased whenever there is need. സാറ്റിസ്ഫാക്ടറി ആയിരിക്കും. പിന്നെയോ ക്വാണ്ടിറ്റി സർട്ടൺ ആയിട്ടുള്ള ക്വാണ്ടിറ്റി ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പ്രൈസ് സ്റ്റേബിൾ ആയിരിക്കും. EOQ കാണാനുള്ള ഇക്വേഷൻ √2AS അല്ലെങ്കിൽ 2AO ഡിവൈഡഡ് ബൈ I എന്നും പറയൂ കേട്ടോ. AO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A എന്ന് പറയുന്നത് ആനുവൽ കൺസംഷൻ, S അല്ലെങ്കിൽ O എന്ന് പറയുന്നത് ഓർഡറിങ് കോസ്റ്റ്, I എന്ന് പറയുന്നത് ക്യാരിയിങ് കോസ്റ്റ്. ഓക്കെ, ദെൻ ABC അനാലിസിസ്, ഓൾവേസ് ബെറ്റർ കൺട്രോൾ. ABC അനാലിസിസ് എന്ന് പറയുന്നത് എന്താണ്? ഓൾവേസ് ബെറ്റർ കൺട്രോൾ. The materials are divided into a number of categories for adopting a selective approach for material control. Material controlന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ABC analysis. It is generally seen in manufacturing concern. A small percentage of item contribute a large percentage of value of consumption and a large percentage of item of material contribute a small percentage of value. അതായത് സാധാരണ മാനുഫാക്ചറിങ് കൺസേണിൽ കാണുന്നത് കുറച്ച് ശതമാനം, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 10% ഐറ്റംസ് ഒരു 70% വാല്യൂ ഉള്ളതായിരിക്കും. അതാണ് ആദ്യം പറയുന്നത്. എ സ്മോൾ പെർസെൻറ്റേജ് ഓഫ് ഐറ്റം, അതായത് ഒരു 10% ഐറ്റം കോൺട്രിബ്യൂട്ട് എ ലാർജ് പെർസെൻറ്റേജ് ഓഫ് വാല്യൂ. അവരുടെ വാല്യൂ ഓഫ് ഐറ്റം എങ്ങനെയാണ്? 70% ഉണ്ടാകുന്നു. ഓക്കെ, അതുപോലെ പിന്നെയോ in between these two limits there are some items which have almost equal percentage of value material. അപ്പം ഏറ്റവും കുറച്ച് നമ്പർ ഓഫ് ഐറ്റം കുറച്ചുള്ളിടത്ത് വാല്യൂ കൂടുതലും, നമ്പർ ഓഫ് ഐറ്റം കൂടുതലുള്ളത്, ഇപ്പോൾ നമ്പർ ഓഫ് ഐറ്റം 70 ആണ്, അങ്ങനെയാണെങ്കിൽ വാല്യൂ ഓഫ് ഐറ്റം എത്രയാണ്? 10% ആയിരിക്കും. അങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ളത് എങ്ങനെയായിരിക്കും? ഏകദേശം സെയിം ആയിരിക്കും. 20% നമ്പർ ഓഫ് ഐറ്റംസ് ആണെങ്കിൽ 20% തന്നെ അവരുടെ വാല്യൂ ഓഫ് ഐറ്റംസും ഉണ്ടാവും. Under ABC analysis, the materials are divided into 3 categories, A, B and C. Past experiences has shown that almost 10% of item contribute 70. കണ്ടോ ഞാൻ പറഞ്ഞില്ലേ? അതപ്പോൾ ഏതി വരും? A കാറ്റഗറിയിൽ വരും. പിന്നെ 20% വരുന്നത് B കാറ്റഗറിയിൽ, C കാറ്റഗറിയിൽ 70% ആൻഡ് about 70% ആൻഡ് 10% എന്ന് വരും. അത് C കാറ്റഗറിയിൽ വരും. The next one is VED. VED analysis, vital, essential, desirable. Vital, essential, desirable. എന്താ പറയുന്നേ? The VED analysis is used generally for spare parts. അപ്പോൾ സ്പെയർ പാർട്സിന് വേണ്ടി സാധാരണ യൂസ് ചെയ്യുന്നതാണ് VED അനാലിസിസ്. ദ റിക്വയർമെൻറ്റ്സ് ആൻഡ് അർജൻസി ഓഫ് സ്പെയർ പാർട്സ് ഇസ് ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് മെറ്റീരിയൽ. മെറ്റീരിയലിൽ നിന്ന് വ്യത്യസ്തമാണ് സ്പെയർ പാർട്സിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത്. ABC അനാലിസിസ് മേ നോട്ട് ബി പ്രോപ്പർലി യൂസ്ഡ് ഫോർ സ്പെയർ പാർട്സ്. ABC അനാലിസിസ് സ്പെയർ പാർട്സിന്, അത് മെറ്റീരിയൽ കൺട്രോളിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സ്പെയർ പാർട്സിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് VED അനാലിസിസ്. The demand for spare depend upon the performance of the plant and machinery. Spare parts are classified as vital, essential and desirable. Vital, essential and desirable. The vital spare parts are a must for running the concern smoothly and these must be stored adequately. അത് മസ്റ്റ് ആയിട്ടുള്ള എന്തായാലും വേണ്ടതാണ് വൈറ്റൽ എന്ന് പറയുന്നത്. The non availability of vital spares will cause havoc in the concern. The E type, E എന്ന് പറയുന്നത് ഏതാ? essential അല്ലേ? Essential type of spares are also necessary but their stock may be kept at low figures. എന്ന് പറയുന്ന എസെൻഷ്യൽ എന്ന് പറയുന്നത് ആവശ്യമുള്ളതാണ്, പക്ഷെ അത് കുറച്ച് ഫിഗേഴ്സിൽ മാത്രം കുറച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചാൽ മതിയാവും. ദ സ്റ്റോക്കിംഗ് ഓഫ് D ടൈപ്പ്, D എന്ന് പറയുന്ന ഡിസൈറബിൾ, മേ ബി അവോയ്ഡഡ് അറ്റ് ടൈംസ്. അത് നമുക്ക് ഇടയ്ക്ക് അവോയ്ഡ് ചെയ്ത് കളയാത്ര എന്താ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. ഇഫ് ദ ലീഡ് ടൈം ഓഫ് ദീസ് പെയർ ഈസ് ലെസ് ദെൻ സ്റ്റോക്കിംഗ് ഓഫ് ദീസ് പെയർ ക്യാൻ ബി അവോയ്ഡഡ്. ലീഡ് ടൈം കുറവാണെങ്കിൽ നമുക്കത് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ V എന്ന് പറയുന്ന വൈറ്റൽ എന്ന് പറയുന്നത് എന്താണ്? എന്തായാലും മസ്റ്റായിട്ട് കൺസേണിൽ വേണം. E എന്ന് പറയുന്നത് കൺസേണിൽ വേണം, പക്ഷേ കുറച്ച് സ്റ്റോക്ക് ചെയ്താൽ മതി. D എന്ന് പറയുന്നത് സ്റ്റോക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ദെൻ
ഇൻവെൻ്ററി ടേൺ ഓവർ റേഷ്യോ. എന്താണ് ഇൻവെൻ്ററി ടേൺ ഓവർ റേഷ്യോ? Inventory turnover ratios are calculated to indicate whether inventories have been used efficiently or not. Inventories ഒക്കെ എഫിഷ്യൻ്റ് ആയിട്ടാണോ അതല്ലാതെയാണോ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻവെൻ്ററി ടേൺ ഓവർ റേഷ്യോ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇൻവെൻ്ററി ടേൺ ഓവർ റേഷ്യോസ് ആർ കാൽക്കുലേറ്റഡ് ടു ഇൻഡിക്കേറ്റ് വെദർ ഇൻവെൻ്ററി ഹാവ് ബീൻ യൂസ്ഡ് എഫിഷ്യൻ്റ് ആയിട്ടാണോ അല്ലാതെയാണോ. The purpose is to ensure the blocking of only required minimum funds in inventory. The inventory turnover ratio, also known as stock velocity, എന്നറിയപ്പെടുന്നു stock velocity എന്നറിയപ്പെടുന്നു, is normally calculated as sales by average inventory or cost of goods sold divided by average inventory cost. അപ്പോൾ ഇൻവെൻ്ററി ടേൺ ഓവർ റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കുന്നു? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെൻ്ററി അറ്റ് കോസ്റ്റ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെൻ്ററി കോസ്റ്റ്. അങ്ങനെയാണ് ഇൻവെൻ്ററി ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കുന്നത്. അല്ലെങ്കിൽ നെറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെൻ്ററി. Inventory conversion period may also be calculated to find out the average time taken for clearing the stock. ഇൻവെൻ്ററി കൺവേർഷൻ പീരീഡ് എങ്ങനെ കണ്ടുപിടിക്കാം? ഡേയ്സ് ഇൻ എ ഇയർ ഡിവൈഡഡ് ബൈ ഇൻവെൻ്ററി ടേൺ ഓവർ റേഷ്യോ. ദെൻ ഏജിംഗ് ഷെഡ്യൂൾ ഓഫ് ഇൻവെൻ്ററി. Classification of inventory according to the period or age of holding also help in identifying slow moving inventory, thereby helping in effective control and management of inventory. നമുക്ക് ഇൻവെൻ്ററി ക്ലാസിഫൈ ചെയ്യുക എന്തിൻ്റെ ബേസിൽ? പീരീഡിൻ്റെ ബേസിൽ അല്ലെങ്കിൽ ഏജിൻ്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് എത്രയും നാൾ ഇവിടെ നിൽക്കുന്നുണ്ട്, ആ ഏജിൻ്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്ന ഇൻവെൻ്ററി ഏത് ഇൻവെൻ്ററിയാണ് കുറേ നാളിങ്ങനെ കിടക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അത് ഇഫക്റ്റീവ് കൺട്രോളിനും മാനേജ്മെൻറ്റിനും സഹായിക്കും. ദെൻ ക്ലാസിഫിക്കേഷൻ ആൻഡ് കോഡിഫിക്കേഷൻ ഓഫ് ഇൻവെൻ്ററീസ്. The inventory of a manufacturing concern may consist of raw material, work in progress, finished goods, spare, consumable stock, etc. നമ്മൾ ആദ്യം പഠിച്ചു അല്ലേ. All these category may have their subdivision. അവർക്ക് എന്തുണ്ടാവും? ഇത് കൂടാതെ അതിൻ്റെ സബ് ഡിവിഷൻസും ഉണ്ടാകും. For a proper recording and control of inventory, a proper classification of various type of item is essential. നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോഴാണ് ഇൻവെൻ്ററി കൂടുതലായിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യുമ്പോഴാണ് കൂടുതലായും കൺട്രോൾ ചെയ്യാൻ എളുപ്പമാവുന്നത് അല്ലേ. ക്ലാസിഫൈ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ the inventory should first be classified and then code number should be assigned for their identification. ആദ്യം ഇൻവെൻ്ററി ക്ലാസിഫൈ ചെയ്യുന്നു, എന്നിട്ട് അവർക്ക് കോഡ് നമ്പേഴ്സ് കൊടുക്കുന്നു. The identification of short names are useful for inventory management, not only for large concern but also for small concern. നമുക്ക് ചെറിയ പേരിട്ട് കൊടുക്കാം ഇൻവെൻ്ററിക്ക് അല്ലേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. Lack of proper classification may also lead to reduction in production. Classification ശരിയല്ലെങ്കിൽ അത് പ്രൊഡക്ഷനിലും വ്യത്യാസമുണ്ടാക്കുന്നു. The inventory may be classified either according to their nature or according to their use. ഒന്നെങ്കിൽ അതിൻ്റെ യൂസേജ് അനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ നേച്ചർ അനുസരിച്ച് നമുക്ക് ഇൻവെൻ്ററി ക്ലാസിഫൈ ചെയ്യാം. മെറ്റീരിയൽ ആർ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദെയർ നേച്ചർ സച്ച് ആസ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ, കൺസ്യൂമബിൾ മെറ്റീരിയൽ, സ്റ്റോക്ക്, സ്പെയേഴ്സ്, ലൂബ്രിക്കൻസ് എക്സെട്ര. അങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ആഫ്റ്റർ ക്ലാസിഫിക്കേഷൻ ദ മെറ്റീരിയൽസ് ആർ ഗിവൺ കോഡ്. അപ്പോൾ ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കൊടുക്കുന്നു? കോഡ് കൊടുക്കുന്നു, കോഡ് നമ്പേഴ്സ് കൊടുക്കുന്നു. ദ കോഡിംഗ് മേ ബി ഡൺ ആൽഫബറ്റിക്കലി ഓർ ന്യൂമറിക്കലി. ദ ലാറ്റർ മെത്തേഡ് ഈസ് ജനറലി യൂസ്ഡ് ഫോർ കോഡിംഗ്. സാധാരണയായിട്ട് ഇതാണ് യൂസ് ചെയ്യാറ്. കോഡിംഗ് എങ്ങനെ? ആൽഫബറ്റിക്കലിയോ അല്ലെങ്കിൽ ന്യൂമറിക്കലിയോ കോഡ് ചെയ്യാം. The classification and coding of inventory enable the introduction of mechanized accounting. It also help in maintaining a secrecy of description. It also help the prompt issue of stores. അപ്പോൾ ക്ലാസിഫിക്കേഷനും കോഡിംഗ് ഒക്കെ എന്തിൻ്റെ തുടക്കമായിരുന്നു? മെക്കാനൈസ്ഡ് അക്കൗണ്ടിംഗ് ആയി ബന്ധപ്പെട്ടിരിക്കുന്നു. അക്കൗണ്ടിങ്ങായി യൂസ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് ക്ലാസിഫൈയും കോഡൊക്കെ ചെയ്യാൻ സാധിക്കുന്നു. ഇനി അടുത്തതാണ് ഇൻവെൻ്ററി റിപ്പോർട്ട്സ് എന്ന് പറയുന്നത്. എന്താണ് ഇൻവെൻ്ററി റിപ്പോർട്ട്സ്? ഇതെന്തൊക്കെയാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ടൂൾസാണ് കേട്ടോ. ഇൻവെൻ്ററി മാനേജ്മെൻറ്റിൻ്റെ ടൂൾസാണ്. ഇൻവെൻ്ററി മാനേജ്മെൻറ്റ് ആൻഡ് കൺട്രോളിൻ്റെ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ആണ് പഠിക്കുന്നത്. ദെൻ ഇൻവെൻ്ററി റിപ്പോർട്ട്സ്. From effective inventory control, the management should be kept informed with the latest stock position of different item.
നല്ല ഇഫക്റ്റീവ് കൺട്രോളിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ മാനേജ്മെൻറ്റിനെ ഇൻഫോം ചെയ്യണം. ഇപ്പോഴത്തെ സ്റ്റോക്ക് പൊസിഷൻ എങ്ങനെയാണ്, ഡിഫറെൻ്റ് ഐറ്റത്തിൻ്റെ ഇപ്പോഴത്തെ സ്റ്റോക്ക് പൊസിഷൻ എങ്ങനെയാണെന്ന് നമ്മൾ മാനേജ്മെൻറ്റിനെ ഇൻഫോം ചെയ്യണം. ദിസ് ഈസ് യൂഷ്വലി ഡൺ ബൈ പ്രിപ്പയറിംഗ് പീരിയോഡിക്കൽ ഇൻവെൻ്ററി റിപ്പോർട്ട്. അതെങ്ങനെ നമ്മൾ മാനേജ്മെൻറ്റിനെ അറിയിക്കും? ഇൻവെൻ്ററി റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്താണ് നമ്മൾ അറിയിക്കുന്നത്. ദീസ് റിപ്പോർട്ട് ഷുഡ് കണ്ടെയ്ൻ ഓൾ ഇൻഫോർമേഷൻ നെസസറി ഫോർ മാനേജീരിയൽ ആക്ഷൻ. മാനേജീരിയൽ ആക്ഷൻ ടേക്ക് ചെയ്യാൻ പാകത്തിനുള്ള എല്ലാ നെസസറി ഇൻഫോർമേഷനും ഇതിൽ ഉണ്ടായിരിക്കണം. മാനേജ്മെൻറ്റ് ടേക്ക് കറക്റ്റീവ് ആക്ഷൻ വെറെവർ നെസസറി. ഇപ്പോൾ മാനേജ്മെൻറ്റിന് എപ്പോഴാണോ കറക്റ്റീവ് ആക്ഷൻ എടുക്കേണ്ടത് അല്ലെങ്കിൽ എവിടെയാണോ എടുക്കേണ്ടത് അത് എടുക്കാൻ വേണ്ടി സാധിക്കും. ഇത് ഇൻവെൻ്ററി റിപ്പോർട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യുക, മാനേജ്മെൻറ്റിന് പ്രസൻറ്റ് ചെയ്യുക. എന്തിനു വേണ്ടി? ഇൻവെൻ്ററി കൺട്രോളിന് വേണ്ടി. ഓക്കെ, അത്രയേ ഉള്ളൂ. അടുത്തത് ലീഡ് ടൈം. Lead time is the period that elapses between the recognition of a need and its fulfillment. There is a direct relationship between lead time and inventory. Lead time ഉം ഇൻവെൻ്ററിയും തമ്മിൽ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണുള്ളത്. The level of inventory of an item depends upon the length of lead time. ലീഡ് ടൈമിനനുസരിച്ച്, ലീഡ് ടൈമിൻ്റെ ലെങ്ത്തിനനുസരിച്ചാണ് ഇൻവെൻ്ററി ലെവൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സപ്പോസ് lead time is 1 month. Any action taken now will have an effect only 1 month later. lead time 1 month ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്ത് ആക്ഷൻ എടുത്താലും അത് അഫക്റ്റ് ചെയ്യുന്നത് എപ്പോഴായിരിക്കും? ഒരു മാസത്തിന് ശേഷമായിരിക്കും. So, inventory for the current month must be in hand. During lead time, there will be no delivery of material. Delivery ഒന്നും ആ സമയത്ത് നടക്കില്ല. മെറ്റീരിയൽസിൻ്റെ ഡെലിവറി ഒന്നും ലീഡ് ടൈമിൽ നടക്കില്ല. ഇനി ലീഡ് ടൈമിന് 2 കമ്പോണൻസ് ഉണ്ട്. ഏതൊക്കെയാണ് നോക്കി? ലീഡ് ടൈം ഫോർ കമ്പനി, അഡ്മിനിസ്ട്രേറ്റീവ് ലീഡ് ടൈം ഫ്രം initiation of procurement action until the placing of an order, and the lead time for the producer known as delivery lead time from the placing of an order until the delivery of the ordering material. അപ്പോൾ ലീഡ് ടൈമിന് 2 കമ്പോണൻസ് ഏതൊക്കെയാണ്? അഡ്മിനിസ്ട്രേറ്റീവ് ലീഡ് ടൈമും ഡെലിവറി ലീഡ് ടൈമും. അഡ്മിനിസ്ട്രേറ്റീവ് ലീഡ് ടൈം എന്ന് പറയുന്നത് പ്രൊക്യൂർമെൻറ്റ്, ഇനി എന്താണ്, ഇൻറ്റിമേഷൻ ഓഫ് പ്രൊക്യൂർമെൻറ്റ് ടു പ്ലേസിങ് ഓഫ് ഓർഡർ പ്ലേസ് ചെയ്യുന്ന വരെയാണ് അഡ്മിനിസ്ട്രേഷൻ. ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡെലിവറി വരെയുള്ള ആ സമയമാണ് ഇത് ഡെലിവറി ലീഡ് ടൈം എന്ന് പറയുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ലീഡ് ടൈം ഓൾസോ ഫോളോസ് ആഫ്റ്റർ ദ ഡെലിവറി ഈസ് ടേക്കൺ. അഡ്മിനിസ്ട്രേറ്റീവ് ലീഡ് ടൈം എന്ന് പറയുന്നത് ഡെലിവറിക്ക് ശേഷവും ഫോളോ ചെയ്യുന്നുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് ലീഡ് ടൈം ഈസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദോസ് ഹു ആർ ഡീലിംഗ് വിത്ത് മെറ്റീരിയൽ പ്രൊക്യൂർമെൻറ്റ്. മെറ്റീരിയൽ പ്രൊക്യൂർമെൻ്റ് ആയിട്ട് ബന്ധപ്പെട്ടവരുടെ ഹാൻഡ്സിലാണ് അഡ്മിനിസ്ട്രേറ്റീവ് ലീഡ് ടൈം. ഡെലിവറി ലീഡ് ടൈം ഹാസ് ടു ബി നെഗോഷിയേറ്റഡ് അറ്റ് ദ ടൈം ഓഫ് പ്രിപ്പയറിംഗ് പർച്ചേസ് കോൺട്രാക്ട്. എപ്പോഴത് പർച്ചേസ് കോൺട്രാക്റ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് നമ്മൾ ഡെലിവറി ലീഡ് ടൈം നോക്കുന്നത്. അപ്പോൾ ലീഡ് ടൈം എന്ന് പറയുന്നത് എന്താ? ആ ഇടയിലുള്ള സമയം. അത് ലീഡ് ടൈമിനെ 2 തിരിക്കുന്നുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് ലീഡ് ടൈം എന്നും 2 കമ്പോണൻസ് ആണ്, അഡ്മിനിസ്ട്രേറ്റീവ് ലീഡ് ടൈമും ഡെലിവറി ലീഡ് ടൈമും. ദെൻ പെർപെച്വൽ ഇൻവെൻ്ററി സിസ്റ്റം. എന്താണ് പെർപെച്വൽ ഇൻവെൻ്ററി സിസ്റ്റം? ദ സ്റ്റോക്ക് ടേക്കിംഗ് മേ ഐദർ ബി ഡൺ ആനുവലി ഓർ കണ്ടിന്യൂസ്ലി. നമുക്ക് ആനുവലി അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യാം? സ്റ്റോക്ക് നോക്കാം അല്ലേ, കണക്കെടുപ്പ്. A schedule is prepared for stock taking of various bins. One bin is selected at random and the goods are checked as per shown in the bin card. നമുക്ക് എന്ത് ചെയ്യാം? ഇതൊക്കെ ഓരോ ബിന്നായിട്ട്, വേരിയസ് ബിൻസ് ആയിട്ട് ഈ ഷെഡ്യൂളൊക്കെ പ്രിപ്പയർ ചെയ്യാം. സ്റ്റോക്ക് ടേക്കിങ്ങിൻ്റെ ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യാം. എന്നിട്ട് അതിൽ നിന്ന് ഒരു ബിൻ നമുക്ക് റാൻഡമായിട്ട് സെലക്ട് ചെയ്യാം. എന്നിട്ട് അതിൽ ഗുഡ്സ് എന്ത് ചെയ്യുക? ചെക്ക് ചെയ്യുക. അത് ബിൻ കാർഡിലെ പോലെ തന്നെയാണോ എന്നറിയാൻ വേണ്ടി ചെക്ക് ചെയ്യാം. ദെൻ സം അതർ ബിൻ ഈസ് സെലക്റ്റഡ് അറ്റ് റാൻഡം ആൻഡ് സോ ഓൺ. എന്നിട്ട് വേറൊരു ബിൻ എടുക്കുന്നു, അത് ബിൻ കാർഡിലെ തന്നെ സാധനങ്ങളാണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ദ പേഴ്സണൽ അസോസിയേറ്റഡ് വിത്ത് സ്റ്റോർ കീപ്പിംഗ് ആർ നോട്ട് ടോൾഡ് ഓഫ് സ്റ്റോക്ക് ടേക്കിംഗ് പ്രോഗ്രാം ബിക്കോസ് സം റൂംസ് ആർ ചൂസൺ അറ്റ് റാൻഡം. നേരത്തെ ഇത് നമ്മൾ മുൻകൂട്ടി പറയുന്നില്ല. എന്താണ് ഈ സ്റ്റോർ റൂം ഏത് വേണം, ഏത് ചെക്ക് ചെയ്യണം എന്നുള്ളതൊക്കെ പെട്ടെന്ന് തന്നെ തീരുമാനിക്കുന്നതായിരിക്കും. അപ്പോൾ റാൻഡമായിട്ടാണ് ചൂസ് ചെയ്യുന്നത്. Then ICMA defines perpetual inventory system as a system of record maintained by controlling department which reflect the physical movement of stock and their current balance. മൂവ്മെൻറ്റ്സ് ഓഫ് സ്റ്റോക്കാണ് ഇവിടെ നോക്കുന്നത്. അതായത് ബിൻ കാർഡിലെ സ്റ്റോക്കും ആ ബിൻ കാർഡും പിന്നെ എന്താണ് അവിടെയുള്ള ഗുഡ്സും തമ്മിൽ ചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മൂവ്മെൻറ്റ് ഇപ്പോഴത്തെ കറണ്ട് ബാലൻസും കറക്റ്റാണോ അങ്ങനെ ചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. The store's ledger and bin cards are helpful in this system because these records help in knowing the movement of store. Then ഇനി നമുക്ക് JIT Just in Time Inventory Control System ആണ്
പഠിക്കാനുള്ളത്. JIT, ജസ്റ്റ് ഇൻ ടൈം. അപ്പോൾ ലാസ്റ്റ് ടൂൾസാണ് നമ്മൾ പഠിക്കുന്നത്. The term JIT refers to a management tool that help to produce only the needed quantities at the needed time. ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു മാനേജ്മെൻറ്റ് ടൂളാണ് ജസ്റ്റ് ഇൻ ടൈം ഇൻവെൻറ്ററി കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത്. ജസ്റ്റ് ഇൻ ടൈം. ഇറ്റ് വാസ് ഫസ്റ്റ് ഡെവലപ്ഡ് ഇൻ ജപ്പാൻ. എവിടെയാണ്? ജപ്പാനിലാണ് ഡെവലപ്പ് ചെയ്തത്. ദെൻ ദർ ആർ ബ്രോഡ്ലി 2 ആസ്പെക്ട്സ് ഓഫ് JIT. ഏതൊക്കെയാണ്? ജസ്റ്റ് ഇൻ ടൈം പ്രൊഡക്ഷനും ജസ്റ്റ് ഇൻ ടൈം പർച്ചേസിങ്ങും. 2 ആസ്പെക്റ്റ് ആണുള്ളത്, പ്രൊഡക്ഷനും അതോടൊപ്പം തന്നെ പർച്ചേസിങ്ങും. ഓക്കെ, ജസ്റ്റ് ഇൻ ടൈം ആയിരിക്കണം, അങ്ങനെ ഓർത്താൽ മതി. നീഡഡ് ടൈമിൽ നീഡഡ് ക്വാണ്ടിറ്റി. പിന്നെ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് നോക്കി. ഈ JITയുടെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് വേസ്റ്റേജ് കുറയ്ക്കുക, പിന്നെ പ്രൊഡക്ടിവിറ്റി കൂട്ടുക. വേസ്റ്റേജ് കുറച്ചുകൊണ്ട് പ്രൊഡക്ടിവിറ്റി കൂട്ടുക എന്നതാണ് ജസ്റ്റ് ഇൻ ടൈമിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അത് കൂടാതെയുള്ള ഒബ്ജക്റ്റീവ്സ് ആണ് മിനിമം ഓർ സീറോ ഇൻവെൻറ്ററി ആൻഡ് അസോസിയേറ്റഡ് കോസ്റ്റ്, മിനിമം ബാച്ച് ഓർ ലോട്ട് കോസ്റ്റ് എന്നിവയൊക്കെ. വാല്യുവേഷൻ ഓഫ് ഇൻവെൻറ്ററി. നമുക്കറിയാം ട്രഡീഷണൽ മെത്തേഡ് എന്തായിരുന്നു? ഇപ്പോൾ മെറ്റീരിയൽ വാല്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്കൊക്കെ വാല്യൂ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്തിരുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ്, വിച്ച് എവർ ഈസ് ലെസ് അല്ലേ. കോസ്റ്റ് പ്രൈസ് ഏതാണ് അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് ഏതാണ്, അതിൽ കുറവ് ഏതാണ്, അതാണ് നമ്മൾ ട്രഡീഷണൽ മെത്തേഡായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ കുറേയും കൂടിയുണ്ട്. ഏതൊക്കെയാണ്? FIFO മെത്തേഡ്, LIFO മെത്തേഡ്, ആവറേജ് പ്രൈസ് മെത്തേഡ്, സിമ്പിൾ average price method, weighted average price method, base stock method, standard price method, market price method. ആദ്യം നമുക്ക് FIFO മെത്തേഡ് നോക്കാം. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ്. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. The materials received first are issued first. ആദ്യം റിസീവ് ചെയ്യുന്ന മെറ്റീരിയൽ ആദ്യം ഇഷ്യൂ ചെയ്യുന്നു. The materials are issued in chronological order. അതൊരു chronological ഓർഡറിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. The recently received material remain in stock. Whenever a requisition for material issue is presented to the storekeeper, he will use the price of the first lot and then the second and third lot, etc. When the quantity of the first, second is exhausted. അതായത് ഇവിടെ എന്താ ചെയ്യുക? നമുക്ക് മെറ്റീരിയൽസ് കിട്ടുന്ന രീതിയിൽ തന്നെ നമ്മൾ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നു. ഫസ്റ്റ് കിട്ടിയ മെറ്റീരിയൽ ആദ്യം ഇഷ്യൂ ചെയ്യുന്നു. അതാണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടിൽ വരുന്നത്. ദിസ് മെത്തേഡ് ഈസ് സ്യൂട്ടബിൾ വെൻ പ്രൈസസ് ആർ ഫാളിംഗ് ബിക്കോസ് മെറ്റീരിയൽ ഇഷ്യൂ വിൽ ബി പ്രൈസ്ഡ് അറ്റ് ഏർലിയർ അല്ലെങ്കിൽ ബിഗ്ഗർ ഫിഗേഴ്സ് വൈൽ കോസ്റ്റ് ഓഫ് റീപ്ലേസ്മെൻറ്റ് വിൽ ബി ലോ. അതായത് പ്രൈസസ് ഫാൾ ചെയ്യുന്ന സമയത്ത് ഈ മെത്തേഡ്സ് എന്താണ്? സ്യൂട്ടബിൾ ആണ്. ഓൺ ദ അതർ ഹാൻഡ് വെൻ പ്രൈസസ് ആർ റൈസിങ് ദെൻ മെറ്റീരിയൽ വിൽ ബി ഇഷ്യൂഡ് അറ്റ് ലോവർ പ്രൈസസ്, ഏർലിയർ പ്രൈസ് ലോ ആണെങ്കിൽ, ആൻഡ് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് വിൽ ബി ഹയർ. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഫുൾ ഫോർ മെറ്റീരിയൽ വിച്ച് ആർ സബ്ജക്റ്റ് ടു ഒബ്സോളസൻസ് ഓർ ഡിറ്റീരിയോഷൻ. അപ്പോൾ ഡിറ്റീരിയോഷൻ സംഭവിക്കുന്ന മെറ്റീരിയൽസിന് യൂസ്ഫുൾ ആണ്. പിന്നെയോ പ്രൈസ് ഫാൾ ചെയ്യുമ്പോഴും ഈ മെത്തേഡ് യൂസ്ഫുൾ ആണ്. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അടുത്തത് LIFO മെത്തേഡ് അഥവാ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. FIFOൻ്റെ നേരെ ഓപ്പോസിറ്റ് ഓർത്താൽ മതി. ദ ലാസ്റ്റ് റിസീവ്ഡ് മെറ്റീരിയൽസ് ആർ ഇഷ്യൂഡ് ഫസ്റ്റ് ആൻഡ് എൻഡിങ് ഇൻവെൻറ്ററി കൺസിസ്റ്റ് ഓഫ് ഏർലിയർ അക്വേർഡ് മെറ്റീരിയൽ. അപ്പോൾ അവസാനം നമുക്ക് കിട്ടിയ മെറ്റീരിയൽ നമ്മൾ ആദ്യം തന്നെ കൊടുത്തു തീർക്കുന്നു. അതിനെയാണ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയുന്നത്. ദിസ് മെത്തേഡ് ഈസ് ഓൾസോ നോൺ ആസ് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് മെത്തേഡ്. ഈ മെത്തേഡിന് പറയുന്ന വേറെ പേരെന്താണ്? റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് മെത്തേഡ്. ദിസ് മെത്തേഡ് ഈസ് ഓൾസോ നോൺ ആസ് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് മെത്തേഡ്. ഓർത്ത് വയ്ക്കുക, LIFO മെത്തേഡിൻ്റെ വേറെ പേരാണ് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് മെത്തേഡ്. ബിക്കോസ് ദ ലേറ്റസ്റ്റ് പർച്ചേസ്ഡ് ഗുഡ്സ് വിൽ കറസ്പോണ്ട് ടു ദ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് എക്സെപ്റ്റ് ദാറ്റ് ഗുഡ്സ് വെർ നോട്ട് പർച്ചേസ്ഡ് മച്ച് ഏർലിയർ. ദ ഇൻവെൻറ്ററി വിൽ ബി വാല്യൂഡ് അറ്റ് ഓൾഡസ്റ്റ് ലോട്ട്സ് ഓൺ ഹാൻഡ് ആൻഡ് ദീസ് വാല്യൂ വിൽ ബി ക്വൈറ്റ് ഡിഫറെൻറ്റ് ഫ്രം കറൻറ്റ് ഇൻവോയ്സ് പ്രൈസസ്. അപ്പം ഏറ്റവും അവസാനം റിസീവ് ചെയ്ത ഗുഡ്സ് നമ്മൾ ആദ്യം കൊടുക്കുന്നു. അതാണ് LIFOയിൽ വരുന്നത്. ഇനി ഇതെപ്പോഴായിരിക്കും സ്യൂട്ട് ആവുക? ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് ഈസ് സ്യൂട്ടബിൾ ഡ്യൂറിങ് റൈസിങ് പ്രൈസസ്. പ്രൈസ് കൂടുന്ന സമയത്തായിരിക്കും ഇത് സ്യൂട്ട് ആവുന്നത്. ബിക്കോസ് ഗുഡ്സ് വിൽ ബി ഇഷ്യൂഡ് ഫ്രം ദ ലേറ്റസ്റ്റ് റിസീവ്ഡ് ലോട്ട്സ് അറ്റ് പ്രൈസസ് വിച്ച് ആർ ക്ലോസ്ലി റിലേറ്റഡ് ടു കറൻറ്റ് മാർക്കറ്റ് പ്രൈസ്. കറൻറ്റ് മാർക്കറ്റ് പ്രൈസിന് അതായത് ഇപ്പോൾ നമുക്ക് കിട്ടിയത്, ഇപ്പോൾ ലോട്ട്സ് കിട്ടിയ സാധനം, ഇപ്പോൾ റിസീവ് ചെയ്ത സാധനത്തിൻ്റെ മാർക്കറ്റ് പ്രൈസ് എന്തായിരിക്കും? ഇപ്പോഴത്തെ പ്രൈസ് തന്നെയായിരിക്കും. അപ്പോൾ പ്രൈസ് റൈസ് ചെയ്തിരിക്കുമ്പോൾ ഉള്ള സമയത്ത് ഈ മെത്തേഡ് സ്യൂട്ടബിൾ ആണ്. മറ്റേ FIFO മെത്തേഡോ പ്രൈസ് ഫാൾ ചെയ്തിരിക്കുന്ന സമയത്താണ് സ്യൂട്ടബിൾ ആവുന്നത്.
The method is able to show lower profit because of increased charge to production, and closing stock figures will also be low as they will be valued at earlier prices. ഇനി നമുക്ക് നോക്കാനുള്ളത് ആവറേജ് കോസ്റ്റ് മെത്തേഡ്. ആവറേജ് കോസ്റ്റ് മെത്തേഡിൽ 3 മെത്തേഡാണ്. സിമ്പിൾ ആവറേജ് ഉണ്ട്, വെയ്റ്റഡ് ആവറേജ് ഉണ്ട്. സിമ്പിൾ ആവറേജ് എന്തായിരിക്കും? സിമ്പിളായിട്ട് നമ്മൾ ലോട്ട്സ് നോക്കി. ഇൻ ദിസ് മെത്തേഡ് ദ പ്രൈസസ് ഓഫ് ഓൾ ലോട്ട് ഇൻ സ്റ്റോക്ക് ആർ ആവറേജഡ് ആൻഡ് ദ മെറ്റീരിയൽസ് ആർ ഇഷ്യൂഡ് ഓൺ ദാറ്റ് ആവറേജ് പ്രൈസ്. എക്സാമ്പിൾ നോക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. എക്സാമ്പിൾ നോക്കിയേ. 3 lots ഓഫ് മെറ്റീരിയൽ ആർ ഇൻ സ്റ്റോക്ക്. 3 lots ആണ് ഉള്ളത്. ഓക്കെ, അതിൻ്റെ പ്രൈസ് ഇത് തന്നേക്കുന്നു 2, 3, 4. അപ്പോൾ ആവറേജ് ചെയ്യാലോ. 2 + 3 + 4 ഡിവൈഡഡ് ബൈ 3 നമുക്ക് എത്ര കിട്ടി? 3 എന്ന് കിട്ടി. അതാണ് ആവറേജ് പ്രൈസ്. സോ ദിസ് ഈസ് എ സിമ്പിൾ മെത്തേഡ് ഓഫ് പ്രൈസിങ് മെറ്റീരിയൽ, ബട്ട് particularly this method does not give good result. ഇതൊരു സിമ്പിൾ മെത്തേഡാണ്. ഇത് നമുക്ക് അത്ര വലിയ റിസൾട്ട് തരുന്നൊന്നുമില്ല. ഇനിയുള്ളതാണ് വെയ്റ്റഡ് ആവറേജ് മെത്തേഡ്. വെയ്റ്റ് കൊണ്ട് നമ്മൾ ഇൻഡ്യൂ ചെയ്തിട്ട് ചെയ്യുന്നത്. ഇത് വിശദമായിട്ട് നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ, എന്തായാലും നമുക്കറിയാം. ഒന്ന് നോക്കാം എന്നാലും. ഇൻ ദിസ് മെത്തേഡ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് ദ മെറ്റീരിയൽ ഈസ് ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റം. ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ആണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ the price calculated in this way will be used for issue of material up to a time of fresh purchase has not been made. After a fresh purchase, the quantity will be added to the earlier balance quantity and material cost will be added to the earlier cost. Weighted average, weight വെച്ച് നമ്മൾ ഇൻഡ്യൂ ചെയ്യുന്നു, ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ. അടുത്തത് ബേസ് സ്റ്റോക്ക് മെത്തേഡ്. ബേസ് സ്റ്റോക്ക് എന്താണ്? In this method, some quantity of material is assumed to be necessary for keeping the concern going. കുറച്ച് ക്വാണ്ടിറ്റി എങ്കിലും നെസസറി ആണ്. കൺസേൺ നല്ല രീതിയിൽ ഗോ ചെയ്യണമെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ എന്താണ്? അത്യാവശ്യമാണ്. ദാറ്റ് ക്വാണ്ടിറ്റി ഈസ് നോട്ട് ഇഷ്യൂഡ് അൺലെസ് അതർവൈസ് ദർ ഈസ് ആൻ എമർജൻസി. എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ മാത്രമേ നമ്മൾ ആ ബേസ് സ്റ്റോക്ക് എന്ത് ചെയ്യുന്നുള്ളൂ? ഇഷ്യൂ ചെയ്യുന്നുള്ളൂ. ദിസ് മെറ്റീരിയൽ വിച്ച് ഈസ് നോട്ട് ഇഷ്യൂഡ് ആസ് ഇൻ കെപ്റ്റ് ഇൻ സ്റ്റോക്ക് ഈസ് നോൺ ആസ് ബേസ് സ്റ്റോക്ക്. അങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുന്നതിനെയാണ് നമ്മൾ ബേസ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അതായത് അത്ര എമർജൻസി വന്നാൽ മാത്രമേ നമ്മൾ ആ ക്വാണ്ടിറ്റി ഇഷ്യൂ ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുന്നത്, ഇഷ്യൂ ചെയ്യാതെ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ് ബേസ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. The earlier material received are kept as base and are valued at the price on which they are acquired. ഇപ്പോൾ earlier ആയിട്ട് കിട്ടി, ആദ്യമേ കിട്ടിയത് എന്ത് ചെയ്യുന്നു? നമ്മൾ സ്റ്റോക്കായിട്ട് വയ്ക്കുന്നു. This method is not an independent method. It is used alongside some other method like FIFO, LIFO, average price method. ഇത് ഇൻഡിപെൻഡൻ്റ് അല്ല, ഇത് മറ്റുള്ളതിൻ്റെ കൂടെയും യൂസ് ചെയ്യുന്നു. പിന്നെ അടുത്തത് സ്റ്റാൻഡേർഡ് പ്രൈസ് മെത്തേഡാണ്. The issue price of material is predetermined or estimated in this method. ഇത് മെറ്റീരിയൽ എത്ര പ്രൈസിന് ഇഷ്യൂ ചെയ്യണം എന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടുപിടിക്കുന്നു. The standard price is based on market condition, usage rate, handling facility, storage facility, etc. എന്തൊക്കെ ബേസ് ചെയ്തിരിക്കുന്നു? മാർക്കറ്റ് കണ്ടീഷൻ, യൂസേജ് റേറ്റ്, ഹാൻഡ്ലിംഗ് ഫെസിലിറ്റി, സ്റ്റോറേജ് ഫെസിലിറ്റി ഒക്കെ ആയിട്ട് ബേസ് ചെയ്താണ് ഈ സ്റ്റാൻഡേർഡ് പ്രൈസ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ പ്രീ ഡിറ്റർമൈൻ ചെയ്യുന്നു അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ചെയ്യുന്നു. മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്യേണ്ട പ്രൈസ് പ്രീ ഡിറ്റർമൈൻ ചെയ്യുന്നതിനെയാണ് സ്റ്റാൻഡേർഡ് പ്രൈസ് മെത്തേഡ് എന്ന് പറയുന്നത്. There will be a difference between the cost of material and price charged to production. Cost of material ഉം പ്രൈസും തമ്മിലിവിടെ ഡിഫറൻസ് ഉണ്ടാവും. The difference between these two prices will be transferred to purchase price variance account. അത് ഏതിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? പർച്ചേസ് പ്രൈസ് വേരിയൻസ് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട്? ലിഫോ, ഫിഫോ, പിന്നെ എന്താണ്? സ്റ്റോക്ക്, ബേസ് സ്റ്റോക്ക് പഠിച്ചു. ഇപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് പ്രൈസ് മെത്തേഡ് പഠിച്ചു. പിന്നെ വെയ്റ്റഡ് ആവറേജും സിമ്പിൾ ആവറേജും പഠിച്ചു. വാലുവേഷൻ ഓഫ് ഇൻവെൻ്ററിയിലെ ലാസ്റ്റ് മെത്തേഡാണ് മാർക്കറ്റ് പ്രൈസ് മെത്തേഡ് എന്ന് പറയുന്നത്. എന്താണ് മാർക്കറ്റ് പ്രൈസ് മെത്തേഡ്? ഇൻ ദിസ് മെത്തേഡ് ദ പ്രൈസസ് ചാർജ്ഡ് ടു പ്രൊഡക്ഷൻ ആർ നോട്ട് കോസ്റ്റ് ഇൻക്വേർഡ് ഓൺ ദ മെറ്റീരിയൽ ബട്ട് ലേറ്റസ്റ്റ് മാർക്കറ്റ് പ്രൈസ്. നമുക്ക് എത്ര കോസ്റ്റ് ആയി എന്നതല്ല ചാർജ് ചെയ്യുന്നത്, പിന്നെയോ മാർക്കറ്റ് പ്രൈസ്, ലേറ്റസ്റ്റ് മാർക്കറ്റ് പ്രൈസാണ് മെറ്റീരിയൽസിന് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ്റെ കൂടെ ചാർജ് ചെയ്യുന്നത്. The market price may either be replacement price or realizable price. Replacement price ആവാം അല്ലെങ്കിൽ realizable price ആവാം. എന്താണ് replacement പ്രൈസും realizable പ്രൈസും നോക്കി. The replacement price are used for the material which are kept in stock for use in production. പ്രൊഡക്ഷന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വച്ചിട്ടുണ്ടല്ലോ, ആ മെറ്റീരിയൽസിനെയാണ് റീപ്ലേസ്മെൻറ്റ് പ്രൈസ് യൂസ് ചെയ്യുന്നത്.
റിയലൈസബിൾ പ്രൈസ് ആർ യൂസ്ഡ് ഫോർ ദ ഗുഡ്സ് കെപ്റ്റ് ഫോർ റീസെയിലിന് വേണ്ടിയിട്ട് നമ്മൾ ഗുഡ്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിൽ യൂസ് ചെയ്യുന്ന പ്രൈസാണ് റിയലൈസബിൾ പ്രൈസ്. ഇപ്പോൾ റീപ്ലേസ്മെൻറ്റ് പ്രൈസും ഉണ്ട്, റിയലൈസബിൾ പ്രൈസും ഉണ്ട്. ഏതിൽ? മാർക്കറ്റ് പ്രൈസ് either റീപ്ലേസ്മെൻറ്റും ആവാം, റിയലൈസബിളും ആവാം. The price of issue of material are always the replacement price. അപ്പോൾ ഇഷ്യൂ ഓഫ് മെറ്റീരിയൽ പ്രൈസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതായിരിക്കും? റീപ്ലേസ്മെൻറ്റ് പ്രൈസ് ആണ് എപ്പോഴും മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യുന്ന പ്രൈസ്. ദ ആക്ച്വൽ പ്രൈസ് പെയ്ഡ് ഫോർ അക്യൂറിംഗ് ദ മെറ്റീരിയൽ ആർ നോട്ട് കൺസിഡേർഡ് അറ്റ് ദ ടൈം ഓഫ് ഇഷ്യൂ ഓഫ് മെറ്റീരിയൽ. ആക്ച്വൽ പ്രൈസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. എവറി ഇഷ്യൂ ഈസ് മെയ്ഡ് അറ്റ് ദ റീപ്ലേസ്മെൻറ്റ് പ്രൈസ് ഓഫ് ദാറ്റ് ഡേ. ആ ദിവസത്തെ റീപ്ലേസ്മെൻറ്റ് പ്രൈസാണ് നമ്മൾ മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യുന്നത്. ദ പ്രൈസ് ഓഫ് ഇഷ്യൂ ഓഫ് മെറ്റീരിയൽ ആർ ഓൾവേസ് റീപ്ലേസ്മെൻറ്റ് പ്രൈസ് ആണ്. റീസെയിലായി ബന്ധപ്പെട്ടതാണ് റിയലൈസബിൾ പ്രൈസ് കേട്ടോ. ദെൻ ദിസ് മെത്തേഡ് ഈസ് എ ചെക്ക് ഓൺ ദ എഫിഷ്യൻസി ഓഫ് ദ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എഫിഷ്യൻസി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഏത് മെത്തേഡ്? മാർക്കറ്റ് പ്രൈസ് മെത്തേഡ്. ഇഫ് പ്രൈസസ് പെയ്ഡ് ആർ മോർ ദാൻ ദ മാർക്കറ്റ് പ്രൈസ് ഇറ്റ് ഷോസ് ഇൻഎഫിഷ്യൻസി. മാർക്കറ്റ് പ്രൈസിനേക്കാളും കൂടുതലാണ് പ്രൈസ് പേ ചെയ്യുന്നതെങ്കിൽ അത് ഇൻഎഫിഷ്യൻസിയും, ആക്ച്വൽ പ്രൈസ് പെയ്ഡ് ആർ ലോവർ ദാൻ മാർക്കറ്റ് പ്രൈസിനേക്കാളും കുറവാണ് ആക്ച്വൽ പ്രൈസ് എങ്കിൽ അത് എഫിഷ്യൻസിയുമാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പം നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരുന്നത് എന്താണ്? വാല്യുവേഷൻ ഓഫ് ഇൻവെൻറ്ററി മാനേജ്മെൻറ്റിലെ വാല്യുവേഷൻ ഓഫ് ഇൻവെൻറ്ററി ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. എത്ര? ഫിഫോയുണ്ട്, ലിഫോയുണ്ട്, ആവറേജ് പ്രൈസ് മെത്തേഡ്, അതിൽ സിമ്പിൾ ആവറേജും വെയ്റ്റഡ് ആവറേജും, പിന്നെ ബേസ് സ്റ്റോക്ക്, സ്റ്റാൻഡേർഡ് പ്രൈസ് മെത്തേഡ്, മാർക്കറ്റ് പ്രൈസ് മെത്തേഡ്. ഇത് ഓരോന്നും വായിച്ചിട്ട് ഒരു ലെക്ചർ നോട്ട്, ഒരു ഒരു സെൻറ്റൻസ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു ലെക്ചർ എന്ന രീതി മാത്രമേ എഴുതാവുള്ളൂ. ഇത്രയും വിശദമായിട്ട് നിങ്ങൾ എഴുതി പഠിക്കരുത്. അപ്പോൾ മാർക്കറ്റ് പ്രൈസ് മെത്തേഡ് എന്ന് കൊടുക്കാം, ഹൈഫൻ ഇട്ടിട്ട് എന്ത് ചെയ്യാം? ലേറ്റസ്റ്റ് മാർക്കറ്റ് പ്രൈസ് ഇൻസ്റ്റെഡ് ഓഫ് കോസ്റ്റ് ഇൻക്വേർഡ് എന്ന് കൊടുക്കാം. എന്നിട്ട് അതിനെ രണ്ടായി തിരിക്കുന്നുണ്ട്. റീപ്ലേസ്മെൻറ്റ് പ്രൈസ് ആവാം, റിയലൈസബിൾ ആവാം. എന്താണ് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ്, എന്താണ് റിയലൈസബിൾ കോസ്റ്റ് എന്നുള്ളതൊക്കെ എഴുതുക. അങ്ങനെ ലെക്ചർ നോട്ട് എഴുതുക കേട്ടോ. അപ്പോൾ നമുക്ക് എക്സാം ടൈമിൽ യൂസ്ഫുൾ ആവും. പിന്നെ ഇത് കൂടാതെ നമ്മൾ ആദ്യം പഠിച്ചില്ലേ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് ആൻഡ് കൺട്രോൾ, അതും സെയിം തന്നെ ചെയ്തു വയ്ക്കുക. അതിൽ പിന്നെ മിനിമം സ്റ്റോക്ക് ലെവൽ, മാക്സിമം സ്റ്റോക്ക് ലെവൽ അതൊക്കെ കണ്ടുപിടിക്കാനുള്ളത് പഠിക്കണം. ഓക്കെ അപ്പോൾ അത് തീർന്നു. ഇനി നമുക്ക് ഏതാണ്? റിസീവബിൾ മാനേജ്മെൻറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ നമ്മൾ മാനേജ്മെൻറ്റ് ഓഫ് ക്യാഷ് പഠിച്ചു, ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് പഠിച്ചു. ഇനി റിസീവബിൾസ് മാനേജ്മെൻ്റ് ആണ്. എന്താണ് റിസീവബിൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്? റിസീവബിൾസ് റിസൾട്ട് ഫ്രം ക്രെഡിറ്റ് സെയിലിൽ നിന്നാണ് ഏത് വരുന്നത്? റിസീവബിൾ വരുന്നത് ക്രെഡിറ്റ് സെയിലിൽ നിന്ന്. എന്താണ് റിസീവബിളിൻ്റെ മീനിങ് എന്ന് നോക്കി. Receivables represent amount owed to the firm as a result of sale of goods or services in the ordinary course of business. നമ്മൾ സാധനങ്ങളും സേവനങ്ങളും വിൽക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി വരുന്ന നമുക്ക് പൈസ തരാൻ വേണ്ടിയിട്ട് owed to the firm ആണ്. അതാണ് റിസീവബിൾ എന്ന് പറയുന്നത്. These are claims of the firm against its customers and form part of its current asset. ഇത് കറണ്ട് അസറ്റിൻ്റെ ഭാഗമാണ്. Receivables are also known as account receivable, trade receivable, customer receivable or book debt. ഇപ്പോൾ റിസീവബിളിൻ്റെ വേറെ പേരെന്തൊക്കെയാണ്? അക്കൗണ്ട് റിസീവബിൾ, ട്രേഡ് റിസീവബിൾ, കസ്റ്റമർ റിസീവബിൾ ഓർ ബുക്ക് ഡെറ്റ്. The period of credit and extent of receivables depend upon the credit policy followed by the firm. ഇതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രെഡിറ്റ് പോളിസിയുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നു. The purpose of maintaining or investing in receivable is to meet competition and to increase the sales and profit. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ റിസീവബിൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? കോമ്പറ്റീഷനെ മീറ്റ് ചെയ്യാനും കൂടാതെ സെയിൽസ് കൂട്ടാൻ വേണ്ടി. ഇപ്പോൾ ക്രെഡിറ്റിനൊക്കെ കൊടുക്കുകയാണെന്ന് കേട്ട് കഴിഞ്ഞാൽ ആൾക്കാർ കുറച്ച് വരുമല്ലോ. അപ്പോൾ സെയിൽസ് കൂട്ടാനും അതുവഴി പ്രോഫിറ്റ് കൂട്ടാനും. അടുത്തത് മീനിങ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് റിസീവബിൾ മാനേജ്മെൻറ്റ്. Receivable management is the process of making decision relating to investment in trade debtors. ഡെറ്റേഴ്സിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അതിൻ്റെ ഡിസിഷൻ മേക്കിംഗ് ആണ് ഏതിൽ വരുന്നത്? റിസീവബിൾ മാനേജ്മെൻറ്റിൽ വരുന്നത്. അതായത് ട്രേഡ് ഡെറ്റേഴ്സായി ബന്ധപ്പെട്ട ഡിസിഷൻസ് എടുക്കുക. അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെയാണ്, എത്രയൊക്കെ കൊടുക്കണം എന്നുള്ള രീതികളാണ് റിസീവബിൾ മാനേജ്മെൻറ്റിൽ നമ്മൾ നോക്കുന്നത്. Certain investment in receivable is necessary to increase the sale and profit
of the firm. But at the same time, investment in this asset involve cost consideration also. Further, there is always a risk of bad debt. നമുക്കറിയാം എന്താണ് ക്രെഡിറ്റിന് നമ്മൾ സാധനം വിൽക്കുമ്പോൾ എല്ലാവരും പൈസ കറക്റ്റായിട്ട് തരണമെന്നില്ല. അപ്പോൾ അവിടെ എന്ത് വരും? ബാഡ് ഡെപ്റ്റ് വരും അല്ലേ? അപ്പോൾ അതും കൂടി മനസ്സിൽ വിചാരിച്ച് വേണം നമ്മൾ റിസീവബിൾ മാനേജ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഡൈമെൻഷൻസ് ഓഫ് റിസീവബിൾ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് പോളിസി. ഡൈമെൻഷൻസിൽ ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം അല്ലേ? ഒന്നാമത്തേത് നോക്കിയേ, ഫോമിംഗ് ഓഫ് ക്രെഡിറ്റ് പോളിസി. അതായത് റിസീവബിൾ മാനേജ്മെൻറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ആദ്യം ഒരു ക്രെഡിറ്റ് പോളിസി ഫോം ചെയ്യുക, പിന്നെയോ എക്സിക്യൂട്ടിംഗ് ദ ക്രെഡിറ്റ് പോളിസി, പിന്നെ ഫോർമുലേറ്റിംഗ് ആൻഡ് എക്സിക്യൂട്ടിംഗ് കളക്ഷൻ പോളിസി. ഫോമിംഗ് ക്രെഡിറ്റ് പോളിസി, എക്സിക്യൂട്ടിംഗ് ദ ക്രെഡിറ്റ് പോളിസി, ഫോമിംഗ് ആൻഡ് എക്സിക്യൂട്ടീവ് കളക്ഷൻ പോളിസി. ഫോമിംഗ് ഓഫ് ക്രെഡിറ്റ് പോളിസിയിൽ വരുന്നത് എന്തൊക്കെയാണ്? ക്വാളിറ്റി ഓഫ് ട്രേഡ് അക്കൗണ്ട്സ് ഓർ ക്രെഡിറ്റ് സ്റ്റാൻഡേർഡ്സ്. The volume of sale will be influenced by the credit policy of a concern. By liberalizing credit policy, the volume of sale can be increased, resulting into increased profit. Credit policy liberalize ചെയ്തു കഴിഞ്ഞാൽ സെയിൽസ് വോളിയം കൂട്ടാനും അതുവഴി പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാനും നമുക്ക് സാധിക്കും. The increased volume of sale is associated with a certain risk too. It will result in enhanced cost and risk of bad debt and delayed receipts. അതായത് സെയിൽസ് വോളിയം കൂട്ടുക എന്നതുകൊണ്ട് പ്രോഫിറ്റ് കൂടുക എന്നത് മാത്രമല്ല, അതിന് പിന്നിൽ ബാഡ് ഡെപ്റ്റ് കൂടാനുള്ള ചാൻസും ഉണ്ട്. അതോടൊപ്പം തന്നെ റെസിപ്റ്റൊക്കെ വൈകുക, ഡിലേഡ് പേയ്മെൻറ്റ്സ് വരാനുള്ള ചാൻസും ഉണ്ട് അല്ല, ഡിലേഡ് റെസിപ്റ്റ്സ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കണം. The increase in number of customers will increase the clerical work of maintaining the additional accounts and collecting of information about the credit worthiness of customers. There may be more bad debt losses due to extension of credit to less worthy customer. അതായത് നമുക്കറിയാം, ഇപ്പോൾ ക്രെഡിറ്റിന് നമ്മൾ എന്തെങ്കിലും വാങ്ങിക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ കൂടി ഫേമിൽ റെക്കോർഡ് ചെയ്യല്ലേ, അഡീഷണൽ അക്കൗണ്ട്സ് അവിടെ ഫേം റെക്കോർഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഒരു ക്രെഡിറ്റ് പോളിസി ഫോം ചെയ്യുന്നതിൻ്റെ ഇതാണ് പറയുന്നത്, ക്വാളിറ്റി ഓഫ് ട്രേഡ് അക്കൗണ്ട് ഓർ ക്രെഡിറ്റ് സ്റ്റാൻഡേർഡ്. ട്രേഡ് അക്കൗണ്ടോ ക്രെഡിറ്റ് സ്റ്റാൻഡേർഡിൻ്റെ ക്വാളിറ്റി നോക്കുക. പിന്നെയോ രണ്ടാമത്തെ പോയിൻ്റാണ് ലെങ്ത് ഓഫ് ക്രെഡിറ്റ് പീരീഡ്. ക്രെഡിറ്റ് പീരീഡിൻ്റെ ലെങ്ത്ത്. ക്രെഡിറ്റ് ടേംസ് ഓർ ലെങ്ത് ഓഫ് ക്രെഡിറ്റ് പീരീഡ് മീൻസ് ദ പീരീഡ് അലൗഡ് ടു ദ കസ്റ്റമർ ഫോർ മേക്കിംഗ് ദ പേയ്മെൻറ്റ്. എത്ര കാലമാണ്, എത്ര പേയ്മെൻറ്റ് പീരീഡ് എത്ര കാലം, ഇപ്പോൾ 6 മാസത്തേക്കാണോ 1 ഇയറിലേക്കാണോ, അതാണ് ലെങ്ത് ഓഫ് ക്രെഡിറ്റ് പീരീഡിൽ പറയുന്നത്. ദെൻ ക്യാഷ് ഡിസ്കൗണ്ട്. ക്യാഷ് ഡിസ്കൗണ്ട് ഈസ് അലൗഡ് ടു എക്സ്പെഡിറ്റ് ദ കളക്ഷൻ ഓഫ് റിസീവബിൾ. ക്യാഷ് ഡിസ്കൗണ്ട് കൊടുക്കുന്ന എന്തിനാണ്? ഒരുമിച്ച് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത്രയും ഡിസ്കൗണ്ട് തരാമെന്ന് പറയില്ലേ, റിസീവബിൾസ്, അതായത് നമുക്ക് പെട്ടെന്ന് പൈസ കിട്ടും. ദ ഫണ്ട് ടൈഡ് അപ്പ് ഇൻ റിസീവബിൾസ് ആർ റിലീസ്ഡ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾക്ക് ക്യാഷ് ഡിസ്കൗണ്ട് കൊടുക്കാം. ദെൻ ഡിസ്കൗണ്ട് പീരീഡ്. The collection of receivable is influenced by the period allowing for availing the discount. അതായത് ഇപ്പോൾ നമുക്ക് അവിടെ ഒരു എക്സാമ്പിൾ നോക്കിയേ. ഫോർ എക്സാമ്പിൾ, if the firm allowing cash discount for payment within 7 days now extends it to payment within 15 days, there may be more customers availing discount and paying early, but there will be those also who were paying earlier within 7 days will now pay in 15 days. അതായത് ഡിസ്കൗണ്ട് പീരീഡ് നമുക്ക് സെറ്റ് ചെയ്യാം, 7 ദിവസത്തിനുള്ളിൽ പേ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ആ ഡിസ്കൗണ്ട് അവർക്ക് കിട്ടുന്നതാണ്. അപ്പം ഇത് വലിയ കാര്യങ്ങളൊന്നുമില്ല, എന്നാലും ഞാൻ കണ്ടപ്പോൾ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഫോമിംഗ് ഓഫ് ക്രെഡിറ്റ് പോളിസി ഫോം ചെയ്യുക, അതിൽ വരുന്നതാണ് ക്രെഡിറ്റ് സ്റ്റാൻഡേർഡ്, ക്രെഡിറ്റ് പീരീഡ്, ക്യാഷ് ഡിസ്കൗണ്ട് എന്നിവ. ഇനി എക്സിക്യൂട്ട് ചെയ്യുക. ക്രെഡിറ്റ് പോളിസി എക്സിക്യൂട്ട് ചെയ്യലേത് വരുന്നത് എന്തൊക്കെയാണെന്ന് നോക്കിയേ. ക്രെഡിറ്റ് ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുക. അതായത് കസ്റ്റമേഴ്സിൻ്റെ ക്രെഡിറ്റ് വർത്തിനെസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. പിന്നെ ആ ക്രെഡിറ്റ് അനലൈസ് ചെയ്യുക, അവർ വില്ലിങ് ആണോ, അവർക്ക് അതിനുള്ള എബിലിറ്റി ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കുക. പിന്നെ അതുമായി ബന്ധപ്പെട്ട് ഡിസിഷൻ എടുക്കുക, അതാണ് ക്രെഡിറ്റ് ഡിസിഷനിൽ വരുന്നത്. ദെൻ ഫിനാൻസിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ റിസീവബിൾ ആൻഡ് ഫാക്ടറിങ്. ഇവിടെ നമുക്ക് നോക്കാനുള്ളതാണ് ഫാക്ടറിങ് എന്ന് പറയുന്നത്. ഫാക്ടറിങ് നമുക്ക് പഠിക്കണം. ദെൻ തേർഡ് വൺ, ഫോർമുലേറ്റിംഗ് ആൻഡ് എക്സിക്യൂട്ടിംഗ് കളക്ഷൻ പോളിസി. കളക്ഷൻ പോളിസി എങ്ങനെയായിരിക്കണം? സ്ട്രിക്റ്റ് ആയിരിക്കണം. അത് നമ്മൾ ഫോർമുലേറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുക.
ഇത് ഞാൻ ഓടിച്ച് പറഞ്ഞത് ഇത് നമുക്ക് എന്തായാലും ഇങ്ങനത്തെ രീതിയിൽ വരില്ല. നമുക്ക് ഇതിൽ നിന്ന് പഠിക്കേണ്ടത് ഫാക്ടറിംഗ് ആണ്. അപ്പോൾ ഫാക്ടറിംഗ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം ഫാക്ടർ എന്താണെന്ന് നോക്കി. A factor is a financial institution which offers services relating to management and finance of debt arising out of credit sale. Credit salesൽ നിന്ന് വരുന്ന ഫിനാൻസ് ഡെറ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ ഫിനാൻസ് ചെയ്യുക, അതൊക്കെ മാനേജ് ചെയ്യുക, അങ്ങനത്തെ സർവീസസ് ഒക്കെ ഓഫർ ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഫാക്ടർ എന്ന് പറയുന്നത്. ഫാക്ടർ മേ ബ്രോഡ്ലി ബി defined as a relationship created by an agreement between the seller of goods and a financial institution called the factor. ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഫാക്ടർ എന്ന് പറയുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും ഗുഡ്സിൻ്റെ അല്ലെങ്കിൽ സർവീസസിൻ്റെ സെല്ലറും തമ്മിൽ ഉണ്ടാക്കുന്ന ഒരു എഗ്രിമെൻ്റ് ആണ് ഇതിൽ വരുന്നത്, ഫാക്ടറിങ്ങിൽ വരുന്നത്. whereby the factor purchases the receivable of the seller and also control and administer the receivable of the സെല്ലറിൻ്റെ റിസീവബിൾ അതൊക്കെ എന്ത് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു ആര്, ഫാക്ടർ. ഇനി ഫാക്ടർ ചെയ്യുന്ന സർവീസസ് എന്തൊക്കെയാണ്? Factor render services varying from bill discounting facility offered by commercial bank to takeover of administration of credit sale, including maintenance of sale ledger, collection of account receivable, credit control etc. Commercial banks ചെയ്യുന്ന bill discounting മുതൽ പിന്നെയോ സെയിൽ ലെഡ്ജർ ഉണ്ടാക്കുക, മെയിൻറ്റെയിൻ ചെയ്യുക, അക്കൗണ്ട് റിസീവബിൾ കളക്ട് ചെയ്യുക, ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ ഫാക്ടർ ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? Factoring is a tool of receivable management employed to release the fund tie-up in credit extended to customers and to solve the problem relating to collection, delay and default of the receivable. ഫാക്ടറിംഗ് എന്ന് പറയുന്നത് ഒരു റിസീവബിൾ മാനേജ്മെൻറ്റിൻ്റെ ടൂളാണ്. എന്തിനു വേണ്ടിയിട്ട്? ഇപ്പോൾ നമ്മൾ കസ്റ്റമേഴ്സിന് ക്രെഡിറ്റ് ഒക്കെ കൊടുക്കൂലേ, അപ്പോൾ അതിൽ നിന്നുള്ള ഫണ്ട്സ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് ഫാക്ടറാണ്. പിന്നെയോ എന്തെങ്കിലും കളക്ഷൻ, ഡിലേ അതൊക്കെയായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയും നമ്മളെ ഫാക്ടറിംഗ് ഹെൽപ്പ് ചെയ്യും. ഇനി ഫങ്ഷൻസ് ഓഫ് എ ഫാക്ടർ അല്ലെങ്കിൽ സർവീസസ് റെൻഡേർഡ് ബൈ എ ഫാക്ടർ എന്തൊക്കെയാണ് എന്ന് നോക്കാം. അതായത് ഫാക്ടർ നമുക്ക് ചെയ്തു തരുന്ന സർവീസസ് അല്ലെങ്കിൽ ഫങ്ഷൻസ് ഏതൊക്കെയാണ്? ബിൽ ഡിസ്കൗണ്ടിങ് ഫെസിലിറ്റി, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ക്രെഡിറ്റ് സെയിൽ, മെയിൻ്റനൻസ് ഓഫ് സെയിൽസ് ലെഡ്ജർ, കളക്ഷൻ ഓഫ് അക്കൗണ്ട്സ് റിസീവബിൾ, ക്രെഡിറ്റ് കൺട്രോൾ, പ്രൊട്ടക്ഷൻ ഫ്രം ബാഡ് ഡെപ്റ്റ്, പ്രൊവിഷൻ ഓഫ് ഫിനാൻസ്, റെൻഡറിങ് അഡ്വൈസറി സർവീസസ്. ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി, നമുക്കറിയാം ഫാക്ടർ എന്താണ്. ക്രെഡിറ്റ് സെയിൽസിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ആളാണ് അല്ലേ. ക്രെഡിറ്റ് സെയിൽസിൽ നിന്ന് ഇപ്പോൾ ഡെറ്റേഴ്സ് നമുക്ക് പൈസ തരാനുണ്ടെങ്കിൽ അതൊക്കെ ഡിലേ ഇല്ലാതെ കളക്ട് ചെയ്ത് നമ്മളെ സഹായിക്കുന്ന ആളെയാണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെയാണ് ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫങ്ഷൻസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് ഫാക്ടറിങ് നോക്കാം. ഒന്നാമത്തേത് റിക്കോഴ്സ് ആൻഡ് നോൺ റിക്കോഴ്സ് ഫാക്ടറിംഗ്. എന്താണ് റിക്കോഴ്സ് ആൻഡ് നോൺ റിക്കോഴ്സ് എന്ന് നോക്കി. ഇൻ എ റിക്കോഴ്സ് ഫാക്ടറിംഗ് അറേഞ്ച്മെൻറ്റ് ദ ഫാക്ടർ ഹാസ് റിക്കോഴ്സ് ടു ദ ക്ലയൻറ്റ് ഇഫ് ദ റിസീവബിൾ പർച്ചേസ്ഡ് ടേൺ ഔട്ട് ടു ബി ബാഡ്, ദാറ്റ് ഈസ് ദ റിസ്ക് ഓഫ് ബാഡ് ഡെപ്റ്റ് ഈസ് ടു ബി ബേൺ ബൈ ദ ക്ലയൻറ്റ് ആൻഡ് ദ ഫാക്ടർ ഡസ് നോട്ട് അസ്യൂം ദ റിസ്ക് ഓഫ് ഡീഫോൾട്ട് അസോസിയേറ്റഡ് വിത്ത് റിസീവബിൾ. റിക്കോഴ്സ് എന്ന് പറയുമ്പോൾ റിസ്ക് ഓഫ് ബാഡ് ഡെപ്റ്റ് ആരാ ബേൺ ചെയ്യേണ്ടത്? ക്ലയൻറ്റ് തന്നെയാണ് ബേൺ ചെയ്യേണ്ടത്. അതാണ് റിക്കോഴ്സ് ഫാക്ടറിങ്ങിൽ വരുന്നത്. Then the difference between recourse and non-recourse factoring is mainly on account of risk factor. In the factor risk factor നെയാണ് difference between recourse and non-recourse factoring വരുന്നത്. Whereas in case of non-recourse factoring, the risk of loss on account of non-payment of the customers of the client is to be borne by the factor. Non-recourse factoringൽ ബാഡ് ഡെപ്റ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ റിസ്ക് ഉണ്ടെങ്കിൽ അതൊക്കെ ആരാണ് ബോൺ ചെയ്യേണ്ടത്? ഫാക്ടർ ആണ് ബോൺ ചെയ്യേണ്ടത്. ആൻഡ് ഹി കനോട്ട് ക്ലെയിം ദിസ് എമൗണ്ട് ഫ്രം ദ സെല്ലിംഗ് ഫേം since the factor bears the risk of non-payment, commission or fees charged for the services in case of non-recourse factoring is higher than under the recourse factoring. The additional fee charged by the factor for bearing the risk of bad debt or non-payment of maturity is called a del creditor commission. Del creditor commission ഇതിന് മുമ്പ് നമ്മൾ പഠിച്ചതല്ലേ. റിസ്ക് ഓഫ് ബാഡ് ഡെപ്റ്റ് ഒക്കെ ബെയർ ചെയ്യുന്ന അഡീഷണൽ, അതിന് ബെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന അഡീഷണൽ ഇതിനെയാണ് കമ്മീഷനെയാണ് ഡെൽ ക്രെഡിറ്റർ കമ്മീഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ റിക്കോഴ്സ് എന്ന് പറയുമ്പോൾ റിസ്ക് ആര് മെയിൻറ്റെയിൻ ചെയ്യണം? ബേൺ ചെയ്യണം?
ക്ലയൻറ്റ് തന്നെ. നോൺ റിക്കോഴ്സ് എന്ന് പറയുമ്പോൾ റിസ്ക് ബോൺ ചെയ്യുന്നത് ഫാക്ടർ ആയിരിക്കും. അടുത്തത് അഡ്വാൻസ് ആൻഡ് മെച്യൂരിറ്റി ഫാക്ടറിംഗ്. Under advanced factoring arrangement, certain percentage of receivable is paid in advance to the client, the balance being paid on the guaranteed payment date. Advanced factoringൽ ഒരു റിസീവബിൾസിൻ്റെ ഇത്ര ശതമാനം നേരത്തെ ക്ലയൻറ്റിന് പേ ചെയ്യും. ബാലൻസ് ആ പേയ്മെൻറ്റ് ഡേറ്റിലായിരിക്കും പേ ചെയ്യുന്നത്. അതാണ് അഡ്വാൻസ് എന്ന് പറയുന്നത്. ഇൻ കേസ് ഓഫ് മെച്യൂരിറ്റി ഫാക്ടറിംഗ്, നോ അഡ്വാൻസ് ഈസ് പെയ്ഡ് ടു ദ ക്ലയൻറ്റ് ആൻഡ് ദ പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് ടു ദ ക്ലയൻറ്റ് ഓൺലി ഓൺ collection of receivable or the guaranteed payment date as may be agreed between the parties. മെച്യൂരിറ്റി ഫാക്ടറിംഗിൽ എന്താണ്, നമുക്ക് അഡ്വാൻസ് ഒന്നും കിട്ടില്ല, കറക്റ്റ് ആ പേയ്മെൻറ്റ് ഡേറ്റിൽ മാത്രമേ പേയ്മെൻറ്റ് നടത്തുകയുള്ളൂ. അടുത്തത് കൺവെൻഷണൽ ഓർ ഫുൾ ഫാക്ടറിംഗ്. In conventional or full factoring, the factor perform almost all the services of factoring including non-recourse and advanced factoring. It is also known as old line factoring. ഇപ്പോൾ conventional or full factoringൻ്റെ വേറെ പേരാണ് old line factoring എന്ന് പറയുന്നത്. ഇവിടെ ഫാക്ടേഴ്സ് എല്ലാ തരത്തിലുള്ള ഓൾമോസ്റ്റ് എല്ലാ സർവീസസും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, then domestic and export factoring. The difference between the domestic and export factoring is on account of the number of parties involved. അതായത് നമ്മുടെ ഇതിൽ എത്ര പാർട്ടീസ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട് എന്ന് നോക്കിയിട്ടാണ് ഡൊമസ്റ്റിക് ആണോ അതോ എക്സ്പോർട്ട് ഫാക്ടറിംഗ് ആണോ എന്ന് നമ്മൾ നോക്കുന്നത്. ഇൻ ഡൊമസ്റ്റിക് ഫാക്ടറിംഗ് 3 parties ആൻഡ് ഇൻവോൾവ്. ഡൊമസ്റ്റിക് ഫാക്ടറിംഗിൽ 3 പാർട്ടീസ് ആരൊക്കെയായിരിക്കും? സെല്ലിംഗ് ഫേം ഉണ്ടാവും, അതായത് ക്ലയൻറ്റ്, പിന്നെ ഫാക്ടർ ഉണ്ടാവും, പിന്നെ ബയ്യറായ കസ്റ്റമർ ഉണ്ടാവും. അപ്പോൾ സെല്ലിംഗ് ഫേമും ഫാക്ടറും കസ്റ്റമറും ആണെങ്കിൽ അതെവിടെയാണ്? 3 parties ആണുള്ളത്, അതുകൊണ്ട് ഡൊമസ്റ്റിക് ഫാക്ടറിംഗിൽ വരുന്നു. ഇനി 4 parties are involved in case of export or cross border factoring. ഇപ്പോൾ എക്സ്പോർട്ട് ഫാക്ടറിംഗിൽ എത്ര പേരുണ്ട്? 4 പേരുണ്ടാവും. ആരൊക്കെയാണ്? എക്സ്പോർട്ടർ, അതായത് സെല്ലിംഗ് ഫേം അല്ലെങ്കിൽ ക്ലയൻറ്റ്, പിന്നെ ഇമ്പോർട്ടർ, കസ്റ്റമർ ആൻഡ് ഇമ്പോർട്ട് ഫാക്ടർ. ഇങ്ങനെ 4 പേരുണ്ടെങ്കിൽ അതിന് എന്ത് പറയും? എക്സ്പോർട്ട് ഫാക്ടറിംഗ് എന്ന് പറയും. Then 2 factors are involved in export factoring. It is known as 2-factor system of factoring. പിന്നെ 2 factors ആണെങ്കിൽ അതിന് 2-factor system of factoring എന്നും അറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ 4 ടൈപ്സ് അല്ലേ? ടൈപ്സ് ഓഫ് ഫാക്ടറിംഗിൽ റിക്കോഴ്സ് ആൻഡ് നോൺ റിക്കോഴ്സ്, അഡ്വാൻസ് ആൻഡ് മെച്യൂരിറ്റി, കൺവെൻഷണൽ ഓർ ഫുൾ ഫാക്ടറിംഗ്, ഡൊമസ്റ്റിക് ആൻഡ് എക്സ്പോർട്ട് ഫാക്ടറിംഗ് ഇത്രയും പഠിച്ചു. എന്താണ് ഫോർഫെയ്റ്റിംഗ് എന്ന് പറയുന്നത്? The term forfeiting is similar to export factoring. Export factoring similar ആയിട്ടാണ്. It is a form of financing of export receivable. Forfeiting in essence means the forfeiting of the right to future payment through discounting future cash flows. Forfeiting in essence means the forfeiting of the right to future payment through discounting future cash flow. Thus, the difference between forfeiting and factoring is that forfeiting provides 100% finance in advance against receivables, whereas in factoring only certain percentage of receivable is available in advance. Factoring കുറച്ച് percentage, mainly 75 to 85% ആണ് നമുക്ക് അഡ്വാൻസ് ആയിട്ട് കിട്ടുന്നുള്ളൂ. ഫോർഫീറ്റിങ്ങിലാണെങ്കിലും 100% നമുക്ക് അഡ്വാൻസ് ആയിട്ട് ലഭിക്കുന്നുണ്ട്. ഇത് എക്സ്പോർട്ട് ഫാക്ടറിംഗിന് സിമിലർ ആയിട്ടുള്ളതാണ് ഫോർഫെയ്റ്റിംഗ് എന്നും പറയുന്നത്. ഇറ്റ് ഈസ് എ ഫോം ഓഫ് ഫിനാൻസിങ് ഓഫ് എക്സ്പോർട്ട് റിസീവബിൾ. ഫോർഫെയ്റ്റിംഗ് ഇൻ എസെൻസ് മീൻസ് ദ ഫോർഫെയ്റ്റിംഗ് ഓഫ് ദ റൈറ്റ് ടു ഫ്യൂച്ചർ പേയ്മെൻറ്റ് ത്രൂ ഡിസ്കൗണ്ടിങ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ. ഓക്കെ, ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇപ്പോൾ റിസീവബിൾസ്, ഇൻവെൻ്ററി ആൻഡ് ക്യാഷ് മാനേജ്മെൻറ്റ് 3 നമ്മൾ പഠിച്ചു. അപ്പം ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് MCQ ക്വസ്റ്റ്യൻസ് ഇപ്പോഴത്തെ കാര്യം അറിയില്ല, നമുക്ക് എന്തായാലും MCQ ക്വസ്റ്റ്യൻസ് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടി ഐഡിയ കിട്ടും. ഇപ്പം മനസ്സിലാവാത്തവർക്ക് കുറച്ചുകൂടി നമ്മുടെ തിയറിയൊക്കെ കറക്റ്റായിട്ട് പഠിക്കണം കേട്ടോ. എല്ലാവരും തിയറി പഠിക്കണം. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കുക. പിന്നെ ഈ ടൈപ്സ് ഓഫ് ഫാക്ടറിങ്ങും നോക്കണം കേട്ടോ. റിക്കോഴ്സ് എന്താണ്? ലെക്ചർ നോട്ട് എഴുതിയാൽ മാത്രം മതി. ലെക്ചർ നോട്ട് എഴുതി പഠിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോസ് ഇഷ്ടമാവുന്നത് ലൈക്ക് ചെയ്യുകയും കമൻറ്റിലൂടെ രേഖപ്പെടുത്തുകയും ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിലൂടെ വീണ്ടും കാണാം. അതുവരെ താങ്ക് യു.